ഹലോ കൂട്ടുകാരെ, ഇത് ഗ്രേഡ് 7-ലെ NCERT ന്യൂ ബുക്കിലെ ഇൻഡിജേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷനും സൊല്യൂഷനും കൂടിയുള്ള ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. ഓൾഡ് ബുക്കിലെ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷനും സൊല്യൂഷനും ഇൻഡിവിജ്വൽ വീഡിയോസും ഫുൾ വീഡിയോസും എല്ലാം ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആ വീഡിയോയുടെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. പുതിയ ബുക്കിൽ എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ ഓൾഡ് ബുക്കിലുള്ള ഒരു എക്സസൈസ് ഒമിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാനിവിടെ എക്സസൈസ് നമ്പേഴ്സ് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ എക്സസൈസ് 2 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബുക്കിലുള്ള എക്സസൈസ് 1 ആയിരിക്കും അത്. ഞാൻ ഈ സൊല്യൂഷൻ വീഡിയോസ് ഒക്കെ ചെയ്തത് വീണ്ടും ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് സെയിം വീഡിയോസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ തരുന്നതാണ് കേട്ടോ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാരെ. പഠിച്ചിട്ടില്ല എല്ലാവരും? എന്താ നമ്പേഴ്സ്? 1 2 3 കൗണ്ടിങ് നമ്പേഴ്സ്. അതിന് വേറൊരു പേരും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ. എന്തായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? 1 2 3 4 5 എക്സെട്ര. ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പിന്നെ അടുത്ത ക്ലാസ്സിലായപ്പോൾ നമ്മൾ പഠിച്ചു ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ തന്നെ 0 കൂടെ വരും. 0 1 2 3 4 5. ഇനി ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0 1 2 3 4 5 എല്ലാതും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൈനസ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അതായത് 0 1 2 3 4 5 എക്സെട്ര. ഇതിങ്ങനെ പോകും. ഇങ്ങോട്ട് -1 -2 -3 -4 -5 അങ്ങനെയുള്ള നമ്പേഴ്സും കൂടെ വരുന്നതിനാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എല്ലാ ഹോൾ നമ്പേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വരുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇൻഡിജേഴ്സ് എന്ന്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. -3 -2 -1 0 1 2 3 ഇതെല്ലാം ഹോൾ നമ്പേഴ്സ് ആണ്. അതുപോലെ ഇപ്പോൾ ഇത് ഞാൻ എഴുതി -1023. ഇതൊരു ഇൻഡിജർ ആണോ? ആണ്, ഇൻഡിജർ ആണ്. 5073. ഓക്കെ, 5073 ഒരു ഇൻഡിജർ ആണോ? ആണ്, ഇൻഡിജർ ആണ്. അതുപോലെ ഇനി നമുക്ക് ഏതാ പറയാൻ പറ്റുക? വേറെ ഏതൊക്കെ നമ്പറുകൾ എഴുതാൻ പറ്റും? എത്ര വലിയ നമ്പർ ചെറിയ നമ്പറൊക്കെ എഴുതിയാലും നമുക്ക് ഇതെല്ലാം ഇൻഡിജേഴ്സ് ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇൻഡിജർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇൻഡിജേഴ്സ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനൊക്കെ ചെയ്യണ്ടേ ഇത് വെച്ചിട്ട്? അപ്പോൾ നമുക്കിപ്പോൾ ഇൻഡിജേഴ്സിനെ ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ 0 ഉണ്ട്. 0-നേക്കാൾ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നു. അതായത് 0-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സ്, 0-നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും. അപ്പോൾ എല്ലാവർക്കും എല്ലാതും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്പർ ലൈനിൽ ഒരു ഇൻഡിജറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഒരു ലൈൻ വരച്ചു, അതിൽ 1 2 3 ഇങ്ങനെ മാർക്ക് ചെയ്തു. നടുവിൽ നമ്മൾ 0 മാർക്ക് ചെയ്യുന്നു. അതിന് ഒറിജിൻ എന്ന് പറയും. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ -1 -2 അങ്ങനെ നെഗറ്റീവ് ഇൻഡിജേഴ്സ് മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷൻ. നമ്പർ ലൈനിൽ ഇൻഡിജേഴ്സിനെ മാർക്ക് ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസ് നോക്കാം. അഡീഷനിൽ കുറേ റൂൾസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂളുകൾ എന്തൊക്കെയാണ്? എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് അഡീഷൻ്റെ റൂൾസാണ്. അതായത് രണ്ട് നമ്പറും പോസിറ്റീവായിട്ട് വന്നു. ഇവിടെ +3, +3യും അതിനെ ആഡ് ചെയ്യുന്നത് +5 ആയിട്ട് ആഡ് ചെയ്യുന്നു. രണ്ടും പോസിറ്റീവായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 3 + 5 8 ആണ്. രണ്ടിൻ്റെയും സൈൻ പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്ലസ് തന്നെ എഴുതി കൊടുത്തു. +8 ആണ് നമ്മുടെ ആൻസർ കിട്ടിയത്. ഇനി ഇവിടെ നോക്കൂ, രണ്ടും നെഗറ്റീവ് നമ്പറുകളാണ്. -3 + -5 രണ്ടും നെഗറ്റീവ് നമ്പറുകളായതുകൊണ്ട് സൈൻ നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. 3 + 5 8. ഇവിടെ എന്താ വ്യത്യാസം വന്നത്? ഇവിടെ വ്യത്യാസം വന്നത് രണ്ടും പോസിറ്റീവ് ആയപ്പോൾ ആൻസർ പോസിറ്റീവായി.
രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയപ്പോൾ ആൻസർ നെഗറ്റീവായി. അത്രയേ ഉള്ളൂ. രണ്ട് സൈനും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പേഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ട് സൈനും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുന്നു, രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ടിലും അഡീഷൻ തന്നെയാണ് നടന്നത്, പക്ഷേ രണ്ടിൻ്റെ സൈന് മാറ്റുണ്ട്. പോസിറ്റീവ് 8ഉം നെഗറ്റീവ് 8ഉം ആണ്. നമ്പർ ലൈനിലാവുമ്പോൾ അത് 0യുടെ ഇപ്പുറത്ത് ആയിരിക്കും പോസിറ്റീവ് 8 വരുന്നത് അല്ലേ, ഇങ്ങോട്ടായിരിക്കും നെഗറ്റീവ് 8 വരുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ എല്ലാവർക്കും? അതുപോലെ തന്നെ നമുക്കിനി ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ നോക്കാം. അതായത് 3 + -5 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നോക്കണം ഇതിൽ ഏത് നമ്പറാണ് ഗ്രേറ്റർ വാല്യൂ. നമ്പറിൻ്റെ വാല്യൂ നോക്കാം. നമ്പറിൻ്റെ വാല്യൂ ഗ്രേറ്റർ വാല്യൂ വരുന്നത് 5നാണല്ലോ. സൈൻ നോക്കണ്ട. അപ്പോൾ നമ്മൾ നമ്പറിൻ്റെ വാല്യൂ നോക്കി നമ്പർ 5 ആണ് വലുത്. ആ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ 5 - 3 ഈസ് 2. വലിയ നമ്പറിൻ്റെ കൂടെ ഏത് സൈനാണോ കിടക്കുന്നത് ആ സൈൻ ഇതിനിട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ആൻസർ -2 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് തന്നെ ഇങ്ങനെയാണ് വന്നത് എന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ -3 + 5, 3യുടെ കൂടെയാണ് മൈനസ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? വലിയ ഡിജിറ്റ് അപ്പോഴും വലിയ നമ്പർ ഏതാണ്? 5 തന്നെയാണ്. 5ൽ നിന്ന് ചെറിയ നമ്പറായ 3 സബ്ട്രാക്ട് ചെയ്തു, നമുക്ക് 2 കിട്ടി. എന്നിട്ട് 5ൻ്റെ സൈൻ ഇവിടെ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ 2 എന്നാണ്. മനസ്സിലായല്ലോ? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ആരും ഡൗട്ട് ചോദിക്കാനൊന്നും മടി വിചാരിക്കേണ്ട. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ. എങ്ങനെയാണ് സബ്ട്രാക്ഷൻ നോക്കാം. അതിൽ നമുക്ക് സബ്ട്രാക്ഷനും നമുക്ക് എഡീഷൻ്റെ സെയിം റൂൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിനെന്താണ് മാറ്റം എന്ന് പറയാം. ഇപ്പോൾ ഇത് ഇവിടെ 7 - 3 എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആ സൈൻ ഒന്ന് മാറ്റി കൊടുക്കാം. 7 + -3 എന്ന് കൊടുക്കാം. രണ്ടും വാല്യൂ ഒന്ന് തന്നെയാണ്. ഈ മൈനസ് സൈൻ ഉണ്ടല്ലോ, മൈനസ് സൈന് 3യുടെ സൈനായിട്ട് കൊടുത്തിട്ട് നടുവിൽ എഡീഷൻ സൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 + -3 വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം. 7 - 3 ഈസ് 4. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. കണ്ടില്ലേ? ഇനിയിപ്പോൾ രണ്ടും മൈനസാണ് തന്നതെന്ന് വിചാരിക്കാം. നമുക്ക് -7 - 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -7 + -3. ഓക്കെ. അപ്പോൾ രണ്ടും മൈനസ് സൈനാണ്. രണ്ടിൻ്റെയും മൈനസ് ആയതുകൊണ്ട് ആൻസർ മൈനസ് ആയിരിക്കും. പിന്നെ രണ്ടും കൂടെ ആഡ് ചെയ്യാം. 7 + 3 ഈസ് 10. ഇതുപോലെ നമുക്ക് സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ സബ്ട്രാക്ഷന് നമ്മൾ എങ്ങനെയാണ് മാറ്റിയത്? ഈ മൈനസ് സൈന് ആ നമ്പറിൻ്റെ കൂടെ കൊടുത്തിട്ട് ഇവിടെ പ്ലസ് കൊടുത്തു. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇങ്ങനെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. 7 - 3 നോർമലി എന്താണ്? 4 തന്നെയാണ് അല്ലേ? -7 - 3. അപ്പോൾ രണ്ടും മൈനസ് ആണ്. അപ്പോൾ മൈനസ് ആൻസർ കൊടുത്തു നമ്മൾ. എന്നിട്ട് 7 - 3 രണ്ടും മൈനസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആൻസർ എഴുതും. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾസ് നോക്കാം. മൾട്ടിപ്ലിക്കേഷനിൽ സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. അത് രണ്ടും പോസിറ്റീവ് നമ്പർ ആയാലും രണ്ടും നെഗറ്റീവ് നമ്പർ ആയാലും നമ്മുടെ ആൻസറിൽ പോസിറ്റീവ് വരും. രണ്ടും ഡിഫറെൻറ്റ് നമ്പർ ആയി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നെഗറ്റീവ് നമ്പർ വരുന്നത്. ഫോർ എക്സാമ്പിൾ 2 × 3. 2 × 3 ഈസ് 6. രണ്ടും പോസിറ്റീവ് നമ്പർ ആയിരുന്നു, അതുകൊണ്ട് ആൻസറും പോസിറ്റീവ്. -2 × -3 ആണെങ്കിലോ രണ്ടും നെഗറ്റീവാണ്. നെഗറ്റീവ് × നെഗറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ 2 × 3 6. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആയി കഴിഞ്ഞാൽ 2 × 3 ഈസ് 6 ആൻഡ് മൈനസ് സൈൻ. ഓക്കെ. മൈനസ് ഇൻറ്റു പ്ലസ് ഈസ് മൈനസ്. ഓക്കെ. പ്ലസ് ഇൻറ്റു പ്ലസ്. മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്. മൈനസ് ഇൻറ്റു പ്ലസ് ഈസ് മൈനസ്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂള്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിവിഷൻ്റെ റൂൾസ് നോക്കാം. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും പോലെ തന്നെയാണ്. രണ്ടും സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. 6 / 2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ? 6 / 2. രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാണ്. പോസിറ്റീവ് നമ്പേഴ്സ് ആകുമ്പോൾ ആൻസർ നമുക്ക് പോസിറ്റീവ് ആൻസർ തന്നെയാണ് കിട്ടുക. 6ഉം 2ഉം കൂടിയിട്ട് കട്ട് ചെയ്യാം അല്ലേ? 6ൽ 2 3 ടൈംസ്, 3ൽ 2 1 ടൈം, ദെൻ
3 ആണ് ആൻസർ വരുന്നത്. +3 ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി രണ്ടും നെഗറ്റീവ് ആയാലോ? -6 ഡിവൈഡഡ് ബൈ -2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -6/-2. മൈനസും മൈനസും ക്യാൻസൽ ആവും. നമുക്ക് 6ൽ 2 3 ടൈംസ് ഉണ്ട്, 2ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് അപ്പോഴും ആൻസർ +3 തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടും ഡിഫറൻറ്റ് സൈൻ ആയിട്ടുള്ളത് നോക്കാം. +6 ഡിവൈഡഡ് ബൈ -2. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ഡിവൈഡഡ് ബൈ -2 വരും. അപ്പോൾ 6നെ 2നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 6ൽ 2 3 ടൈംസ്, 3ൽ 2 1 ടൈം, 3/1 ഈ മൈനസ് സൈനിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. -3/1 മീൻസ് -3. ഇനി നമുക്ക് -6 ഡിവൈഡഡ് ബൈ 2 നോക്കാം. അതാണെങ്കിലും -6 ഡിവൈഡഡ് ബൈ 2 എഴുതാം. നമുക്ക് ഇതും കട്ട് ചെയ്യാം. 6ൽ 2 3 ടൈംസ്, 3ൽ 2 1 ടൈം. ആൻസർ ഈസ് -3. അപ്പോൾ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സെയിം സൈൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സെയിം സൈനാണ് രണ്ട് നമ്പറിലും വന്നതെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ -8 -4. നമുക്ക് ഇവിടെ രണ്ടും മൈനസ് സൈനാണ്, അതുകൊണ്ട് ആൻസർ മൈനസ് ആയിരിക്കും. പിന്നെ രണ്ടും ഒരേ സൈൻ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് രണ്ടും ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8 + 4 is 12. ആൻസർ ഈസ് -12. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതായിട്ട് 8 - 4. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ സൈൻ വലിയ നമ്പറിൻ്റെ കൂടെ പോസിറ്റീവ് സൈനാണുള്ളത്. അപ്പോൾ നമുക്ക് 8ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യാം. 8 - 4 is 4. അടുത്തത് നമുക്ക് 6 - 9 എഴുതി. ഇവിടെ എന്താണ്? ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞത്? ഇവിടെ ചെയ്ത അതേ റൂള് തന്നെ. 6 - 9 എന്ന് പറയുമ്പോൾ വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈനാണ് ആൻസറിൽ വരിക. വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. 9 - 6 is 3. ദെൻ അവർ ആൻസർ ഈസ് -3. ഇനി അടുത്തത് -3 - 6. എത്രയായിരിക്കും ആൻസർ വരുന്നത്? രണ്ടും മൈനസ് ആണ്, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ തന്നെ ഇട്ട് കൊടുത്തു. 3ഉം 6ഉം നമ്മൾ ആഡ് ചെയ്യുക. രണ്ടും ഒരേ സൈൻ ആകുമ്പോൾ നമ്മൾ 3ഉം 6ഉം ആഡ് ചെയ്തിട്ട് 3 + 6 9. നമ്മുടെ ആൻസർ -9. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. -3 × 6. -3 × 6 ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു നമ്പർ നെഗറ്റീവാണ്, ഒരു നമ്പർ പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ മൈനസ് ആയിരിക്കും അല്ലേ? നെഗറ്റീവ് ആൻസർ ആയിരിക്കും. 3 × 6 is 18. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം അടുത്തതായിട്ട് -8 × -3. രണ്ടും നെഗറ്റീവാണ്. സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ മൈനസ് ആയാലും പ്ലസ് ആയാലും രണ്ട് നമ്പറുകൾക്കും സെയിം സൈൻ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. -× - is positive, positive × positive is positive. Then 8 × 3 is 24. Answer is positive 24. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 7 × -3. രണ്ടും ഡിഫറൻറ്റ് സൈനാണ്, ആൻസർ മൈനസ് ആയിരിക്കും. അപ്പോൾ 7 × 3 is 21. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി അടുത്തത് നമുക്ക് ഡിവിഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 8 ഡിവൈഡഡ് ബൈ -2. നമുക്കിതിനെ 8 ഡിവൈഡഡ് ബൈ -2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ നെഗറ്റീവ് ആൻസർ ആയിരിക്കും. 8ൽ 2 4 ടൈംസ്, 4ൽ 2 1 ടൈം. ആൻസർ നമുക്ക് 4 എന്ന് കിട്ടി. 4 - 4/1 എന്ന് കിട്ടും. അതിന് നമുക്ക് -4 എന്ന് എഴുതാമല്ലോ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ -12 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇതിന് നമുക്ക് -12/2 എന്ന് എഴുതാം. എന്നിട്ട് 12ൽ എത്ര 2 ഉണ്ടോ നോക്കാം. 6 2s are there. 2ൽ 2 1 ടൈം. അവർ ആൻസർ ഈസ് -6/1, ദാറ്റ് ഈസ് -6. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ഡിവിഷൻ്റെ നോക്കാം. അടുത്തതായിട്ടുള്ളത് -16 ഡിവൈഡഡ് ബൈ 2. -16 ഡിവൈഡഡ് ബൈ 2 നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇനി കട്ട് ചെയ്യാം. 16ൽ 2 8 ടൈംസ്, 2ൽ 2 1 ടൈം. ദെൻ -8/1 എന്ന് കിട്ടും. അതിന് നമുക്ക് -8 എന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്തു. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
ഇനി നമുക്ക് നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷനാണ് നോക്കാനുള്ളത്. നമ്പർ ലൈനിൽ ഒരു നമ്പർ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഇതാണ് നമ്പർ ലൈൻ. ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു. നടുവിൽ നമ്മൾ 0 കൊടുക്കുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് കൊടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുന്നു. ഇനി നമ്മുടെ അടുത്ത് നമ്പർ 2 പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ നമ്മളിവിടെ നോക്കുന്നു 1 2. ഇതാണ് നമ്പർ 2. നമ്പർ 2 പ്ലോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് -4 പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. -4 പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ -4ൻ്റെ അവിടെ ഇങ്ങനെ കൊടുക്കുക. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക -4 എന്ന്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 7 ആണെങ്കിലോ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതൊന്ന് നമ്പർ ലൈൻ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക 5 6 7 എന്ന് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത് -7 ആണ് ചോദിച്ചതെങ്കിലോ ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നമുക്ക് -5 -6 -7 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് അങ്ങനെ ഏത് നമ്പർ ചോദിച്ചാലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ നമ്പർ ലൈനിൽ തന്നെ അടുത്ത് തന്നെ കാണുന്നതാണെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് നമ്പർ ചോദിച്ചാലും മാർക്ക് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിജേഴ്സ്. പക്ഷേ അത് പറയുന്നതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്താണ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ, പക്ഷെ എന്തല്ല ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാ നമ്പേഴ്സും എങ്ങനെ കണ്ടാലും ഇൻഡിജേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ഉണ്ട്, എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. പക്ഷേ നമുക്ക് ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ, 3/4 1/2 3/2 ഇങ്ങനെയൊക്കെ വരുന്ന ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ. ഫ്രാക്ഷൻസ് ഇൻഡിജേഴ്സ് അല്ല കേട്ടോ. അതുപോലെ തന്നെ ഡെസിമൽസ് 0.12 അതുപോലെ 2.16 ഇതുപോലെയൊക്കെ വരുന്ന ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടല്ലോ. ഇവരും ഇൻഡിജേഴ്സ് അല്ല. ഇവരൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് നമ്മൾ ഇനി അടുത്തടുത്തായിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ ഇൻഡിജേഴ്സ് എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ 3/4 ഇങ്ങനെയൊക്കെ ഫ്രാക്ഷൻസോ ഡെസിമൽസോ അതല്ലെങ്കിൽ റൂട്ട് നമ്പേഴ്സ് √1 √2 √3 ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരും ഇൻഡിജേഴ്സ് അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഇൻഡിജേഴ്സ്? എല്ലാ നെഗറ്റീവ് നമ്പേഴ്സ് അല്ല പോസിറ്റീവ് നമ്പേഴ്സ് 0 അവരാണ് ഇൻഡിജേഴ്സ്. ഫ്രാക്ഷൻസ് ഡെസിമൽസ് റൂട്ട്സ് ഇതൊന്നും എന്തല്ല ഇൻഡിജേഴ്സ് അല്ല കേട്ടോ. ഇനി ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് 2 പ്രോപ്പർട്ടികളുണ്ട് എഡീഷന് വേണ്ടിയിട്ടുള്ളത്. അത് എന്താണ് പറഞ്ഞു തരാം, അത് എന്തിനെല്ലാം ആപ്ലിക്കബിൾ ആണെന്നും പറയാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ എഡീഷൻ്റെ 2 പ്രോപ്പർട്ടീസ് പറഞ്ഞതിലുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അല്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മീൻസ് A+B = B + A. അതായത് നമുക്ക് നമ്പർ വെച്ച് തന്നെ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 2 + 3 = 3 + 2. കറക്റ്റ് ആണോ? 2 + 3 = 5 3 + 2 = 5. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ ഓർഡർ അത്ര പ്രശ്നമുള്ളതല്ല. ആ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. 2 + 3 എന്നുള്ളതിന് പകരം നമ്മൾ 3 + 2 എന്ന് എഴുതിയപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടിയില്ലേ. ഇതുപോലെ തന്നെയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 3 ഡിജിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 2 + 3 + 5 ഉണ്ട്. അതിൻ്റെ ഓർഡർ നമുക്ക് ആദ്യം 2ഉം 3യും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ നമുക്ക് 3യും 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 കൊടുത്താലും മതിയല്ലോ. അപ്പോൾ 2 + 3 5 ആണ്. 5 + 5 2 + 3 + 5 is 8. ഓക്കെ, 5 + 5 is 10 2 + 8 is 10. ആൻസർ വന്നപ്പോൾ രണ്ടും സെയിം ആയി അല്ലേ. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. ഇനി നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷന് പറ്റുമോ നോക്കാം. സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. A - B = B - A ആക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ നോക്കൂ, 2 - 3 ഈക്വൽ ആണോ 3 - 2-ന്? 2 - 3 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യാം? ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ നെഗറ്റീവും ആണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം അല്ലേ. അപ്പോൾ വലുത് 3 ആണ്. 3യുടെ സൈൻ മൈനസ് ആണ്. 3യിൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. പക്ഷേ 3 - 2 അപ്പോൾ എന്ത് ചെയ്യുക, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. പോസിറ്റീവ് 1 ആണ്. വലുതിൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലായി.
ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിവിഷൻ്റെ നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇതുവരെ നമ്മൾ അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെയും കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 4 × 2 ഈസ് ഈക്വൽസ് ടു 2 × 4 ആവോ? അത് നോക്കാം നമുക്ക്. അതായത് A × B ഈസ് ഈക്വൽസ് ടു B × A. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. കറക്റ്റ് ആണോ നോക്കാം നമുക്ക്. 4 × 2 ഈസ് 8. 2 × 4 ഓൾസോ 8 അല്ലേ. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ടും പോസിറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ടൊക്കെ നോക്കാം. -2 × 4 ഈക്വൽസ് ടു 4 × -2. നമ്മളെന്താ ചെയ്യുക? നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആൻസർ ആയിരിക്കും. 2 × 4 8 -8 കിട്ടി. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ആണുള്ളത്. അപ്പോൾ ആൻസർ ഈസ് നെഗറ്റീവ്. നമുക്ക് നെഗറ്റീവ് കൊടുക്കാം. 4 × 2 ഈസ് 8. അപ്പോൾ -8 ഈക്വൽസ് ടു -8 അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായി. എന്നാൽ നമുക്ക് ഡിവിഷൻ്റെ കാര്യം നോക്കിയാലോ. ഡിവിഷൻ 4 / 2 ഈസ് ഈക്വൽസ് ടു 2 / 4. ചെക്ക് ചെയ്യാം, നോക്കാം നമുക്ക്. 4 / 2 എന്ന് പറഞ്ഞാൽ 4/2 ആണ്. ഈക്വൽ ആണോ ഈക്വൽ അല്ലേന്ന് നമുക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ. 2/4. ഓക്കെ, 4/2 ഈസ് 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. ഇവിടെ 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 2/1 ഈക്വൽസ് ടു 1/2 എന്ന് വെച്ചാൽ 2 ഈക്വൽസ് ടു 1/2. ശരിയാണോ? അല്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഈക്വൽ അല്ല കേട്ടോ, ഒന്നും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഡിവിഷനിൽ വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണുള്ളത്. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. ഓർഡർ മാറ്റി നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ഏത് നമ്പറുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ആദ്യം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ മാറുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ അഡീഷന് പറഞ്ഞത് എന്തായിരുന്നു? A + B + C ഈസ് ഈക്വൽസ് ടു A + B + C അല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെയായിരിക്കും? A × B × C. അപ്പോൾ ആദ്യം A യും B യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ C യും മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ലെങ്കിലോ A × B × Cയിൽ നമുക്ക് B യും C യും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ A മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് നോക്കാം എക്സാമ്പിൾ. 2 × 3 × 5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 2ഉം 3യും ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5 അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 3 ഈസ് 6. 6 × 5. 6 × 5 ഈസ് 30. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. A × B × C കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. അതിന് നമുക്ക് 2 × 3 × 5 ആണല്ലോ. അതിൽ 3യും 5ഉം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3 × 5 ഈസ് 15. ഓക്കെ, 2 × 15. 15 × 2 നോക്കാം. 15 × 2, 5 2s are 10. 0 here, 1 here, 1 2s are 2, 2 + 1 is 3. ആൻസർ ഈസ് 30. അപ്പോൾ നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷനിൽ വർക്കാവും എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷന് മാത്രമല്ല, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണെന്ന് പറയാം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതായത് നമുക്ക് A × B + C എന്ന് പറഞ്ഞാൽ എന്തായി? പുറത്ത് കിടക്കുന്ന A എന്ന് പറയുന്നത് രണ്ട് പേർക്കും കോമൺ ആയിട്ടുള്ളതാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AB + AC. അതിൻ്റെ കോമൺ A പുറത്തെടുത്തതാണ് ഇത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമ്പർ വൈസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് A ഒരു 2 ആയിട്ട് എടുക്കാം, Bനെ നമുക്ക് 3 ആക്കാം, C ഒരു 4 ആവട്ടെ. ഇനി നോക്കാം നമുക്ക്. 2 പുറത്തെഴുതി, B 3 ആണ്, 3 Cക്ക് പകരം നമ്മൾ 4 എഴുതി. 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ. ഈ 2 രണ്ട് നമ്പേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 ഈസ് 6. 2 × 4 ഈസ് 8. 6ഉം 8ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 കിട്ടും. ഇനി AB + AC ആയിരുന്നെങ്കിലോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക നോക്കാം. AB + AC ആവുമ്പോൾ നമുക്ക് A × B. A × B എങ്ങനെയാണ്? നമ്മളിവിടെ A ആയിട്ട് 2 അല്ല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ A × B എന്ന് പറഞ്ഞാൽ 2 × 3 + A × C. A × C അതായത് 2 × 4.
അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 3 ഈസ് 6 പ്ലസ് 2 ഇൻറ്റു 4 ഈസ് 8. 8 പ്ലസ് 6 പ്ലസ് 8 എത്ര കിട്ടുന്നത് നമുക്ക് 14 തന്നെ. രണ്ടും ആൻസർ 14 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്യാൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കോമൺ ആയിട്ടുള്ളത് പുറത്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതുപോലെ വരുമ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ സംഗതിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ കൂട്ടുകാർ നമുക്കിതിൽ എക്സസൈസ് സൊല്യൂഷൻസ് നോക്കാം. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഈ വീഡിയോയിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓരോന്നും ഇൻഡിവിജ്വൽ സൊല്യൂഷൻ മാത്രം വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ വേറെ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കാണാവുന്നതാണ് കേട്ടോ. ഈ എക്സസൈസ് വളരെ ഈസിയാണ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ, റൈറ്റ് ഡൗൺ എ പെയർ ഓഫ് ഇൻഡിജേഴ്സ് ഹൂസ് സം ഈസ് -7 എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇൻഡിജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -7 എന്ന് കിട്ടണം. നമുക്ക് വേണ്ടത് എന്താ, -7 എന്നാണ് ആൻസർ. അപ്പോൾ ആഡ് ചെയ്താലാണല്ലോ നമുക്ക് സമ്മ് കിട്ടുന്നത് അല്ലേ. ആഡ് ചെയ്തിട്ടുള്ള ആൻസറിനെയാണ് നമ്മൾ സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടുന്നതൊന്ന് നോക്കാം. ഫസ്റ്റ് ഏതൊക്കെ ആഡ് ചെയ്താൽ 7 കിട്ടും? നമുക്ക് 1 + 6 7 ആണ് അല്ലേ. പിന്നെ 2 + 5 7 ആണ്. 3 + 4 7 ആണ് അല്ലേ. ഇനിയിപ്പോൾ നേരെ തിരിച്ചേ വരും അല്ലേ. 4 + 3 5 + 2 6 + 1. അപ്പോൾ ഈ 3 പെയേഴ്സ് ഓഫ് ഡിജിറ്റ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, 7 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് 7 അല്ല, -7 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ കൂടെ എല്ലാവർക്കും മൈനസ് സൈൻ കൊടുക്കാം. നമുക്ക് ഒരു മൈനസ് സൈൻ ആയി കഴിഞ്ഞാൽ ആൻസറും മൈനസായി. അപ്പോൾ നമുക്ക് -1 + -6 -7 ആണ്. -2 + -5 -7 ആണ്. -3 + -4 -7 ആണ്. നമ്മുടെ അടുത്തൊരൊറ്റ പേർ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, 3 പേരൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും, ഇതിൻ്റെ ആൻസർ നമുക്ക് ഒരു പേർ എഴുതി കൊടുക്കും. ഏത് പേരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതിക്കോളൂ. എനിക്കിപ്പോൾ ഇതിൽ ഇഷ്ടമായ പേര് -3 + -4 = -7. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഏതായാലും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് നമ്പേഴ്സ് എഴുതി കൊടുത്തു അല്ലേ. രണ്ട് ഇൻഡിജേഴ്സ് നമ്മൾ എഴുതി കൊടുത്തു. രണ്ടിന് മൈനസ് സൈൻ വന്നപ്പോൾ ആൻസർ മൈനസായി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, എ പെയർ ഓഫ് ഇൻഡിജേഴ്സ് ഹൂസ് ഡിഫറൻസ് ഈസ് -10. -10 എന്ന ആൻസർ കിട്ടണം രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ -10 എന്നായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമലി -10 അല്ല 10 കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക നോക്കാം. നോർമലി നമുക്ക് ആൻസർ 10 എന്ന് വേണം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. 12 - 2 10 ആണ്. 13 - 3 10 ആണല്ലോ. ഇനിയുണ്ട് അല്ലേ, കുറേ നമ്പേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ ഒന്നും ഞാൻ എഴുതുന്നില്ല. 18 - 8 10 ആണ്. അങ്ങനെ ഒരു 2-3 എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. നമുക്ക് കിട്ടേണ്ടത് -10 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, -12 -2 കൊടുക്കാം. ഓക്കെ, -13 -3 കൊടുക്കാമല്ലോ. ഇവിടെ -18 -8 കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക കൂട്ടുകാരെ, നമുക്ക് -12 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയില്ലേ. -12 + 2 ആയി. അപ്പോൾ നമുക്ക് -12 + 2 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്ത് വലുതിൻ്റെ സൈൻ അല്ലേ. അപ്പോൾ നമുക്ക് 12 - 2 = 10, വലുതിൻ്റെ സൈൻ. അങ്ങനെയാണ് ഞാനിതെല്ലാം എഴുതിയത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ, ക്ലിയർ ആയില്ലേ? ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കൂട്ടുകാരെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. 12 തന്നെ കൊടുക്കാം അല്ലേ. -12ൻ്റെ എക്സാമ്പിൾ തന്നെ എഴുതി കൊടുക്കാം. -12 -2 = -10. ഓക്കെ അല്ലേ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, എ പെയർ ഓഫ് ഇൻഡിജേഴ്സ് ഹൂസ് സം ഈസ് 0. 0 എന്ന ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഒരേ നമ്പറിൽ തന്നെ ഓപ്പോസിറ്റ് സൈൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. +2 -2 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 0 കിട്ടും. എത്ര വേണമെങ്കിലും എക്സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇങ്ങനെ എഴുതാനാണെങ്കിൽ -3 + 3 എന്താ 0 ആണ്. 4
+-4 എന്താ 0 ആണ്. ഏത് നമ്പർ ആയാലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. ഈ സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. എയും ബിയും സിയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. എല്ലാവരും ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണം കേട്ടോ. അതിലൊക്കെ പറയുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പെയർ ഓഫ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഹൂസ് ഡിഫറൻസ് ഗീവ്സ് 8. എങ്ങനെയായിരിക്കും? ഡിഫറൻസ് 8 എന്ന് കിട്ടണം. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 8 എന്ന് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് എഴുതി നോക്കാം. ഏതിൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്താലൊക്കെ ആയിരിക്കും നമുക്ക് 8 എന്ന് കിട്ടുന്നത്. അവരെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 10 - 2 8 ആണ് അല്ലേ? പിന്നെ ഉണ്ട് അല്ലേ, ഒരുപാടുണ്ട്. 10 - 2 8 ആണ്. അതുപോലെ തന്നെ 9 - 1 എന്താ 8 ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് സോൾവ് ചെയ്യാനായിട്ട്. പക്ഷെ എന്ത് വേണം? നമുക്ക് തിരിച്ചെഴുതി കൊടുക്കാം ഇവരെ. -2 -10 അങ്ങനെ എഴുതി കൊടുത്താൽ എന്താ ഉണ്ടാവുക? -2 + 10 എന്നാവും അല്ലേ? -2 + 10 വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ 10 - 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്ക് 8 എന്ന ആൻസർ കിട്ടിയില്ലേ? ഇപ്പോൾ 9 - 1 ആണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. എല്ലായിടത്തും ഏത് വേണമെങ്കിലും നമുക്ക് 8 എന്ന സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന എല്ലാ നമ്പേഴ്സ് വെച്ച് നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 9 - 1 ആണ് നമ്മൾ 8 എന്ന് പറഞ്ഞത് അല്ലേ? 9 - 1 = 8 എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയല്ല വേണ്ടത്. മൈനസ് നമ്പേഴ്സിൻ്റെ കാര്യമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മളിവരെ തിരിച്ചെഴുതി. -1 -9 എന്ന് എഴുതി. ഇപ്പോൾ നമുക്ക് -1 - വരുമ്പോൾ പ്ലസ് ആവും. 9 എഴുതി. അപ്പോൾ 9ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 8 കിട്ടി. വലുതിൻ്റെ സൈന് പോസിറ്റീവാണ്, അതുകൊണ്ട് 8 ആണ് കിട്ടിയത്. ഇങ്ങനെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ ഏത് എക്സാമ്പിളാണ് എടുക്കാൻ പോകുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അല്ലേ? -1 -9 എടുത്താലോ = 8 അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് സം ഈസ് -5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടണം? -5 എന്ന് കിട്ടണം. നമ്മളിവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -5 എന്ന് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റിജറും നെഗറ്റീവ് ഇൻറ്റിജറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടണമെങ്കിൽ നെഗറ്റീവ് ഉള്ളത് വലിയ നമ്പറിൻ്റെ കൂടെ ഇരിക്കണം അല്ലേ? നമ്മുടെ റൂൾ എന്താ? വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം എന്നാണ് സമ്മിൻ്റെ റൂൾ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ നെഗറ്റീവിന് ഞാനൊരു 7 കൊടുത്തു, -7. ഇവിടെ ഞാനൊരു 2 കൊടുത്തു. എനിക്കറിയാം 7 - 2 5 ആണെന്ന്. മൈനസ് സൈൻ വേണം, അതുകൊണ്ട് ഞാൻ വലുതിന് മൈനസ് സൈനും കൊടുത്തു. ഓക്കെ, അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തു, വലുതിൻ്റെ സൈനും കൊടുത്തു. അപ്പോൾ നമുക്ക് -5 എന്ന് കിട്ടി. ഇനി 5 എന്ന ആൻസർ വരാൻ വേറെ ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമുക്ക് 6ഉം 1 കൊടുക്കാമല്ലോ. എന്നിട്ട് നമുക്ക് 6ന് മൈനസ് സൈൻ കൊടുക്കാം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്താൽ 6 - 1 5 ആണ്. വലുതിൻ്റെ സൈൻ -ആണ്. ഇത്രയുള്ള പണി. അങ്ങനെ നമുക്ക് എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ ഏതാ വേണ്ടത്? നമുക്കപ്പോൾ 2ഉം -7ഉം തന്നെ എടുക്കാം. 2 + -7 = -5. ഈ പേര് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് ഡിഫറൻസ് ഈസ് -3. -3 എന്ന ഡിഫറൻസ് കിട്ടുന്ന രീതിയിലുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഏത് നമ്പർ എഴുതിയാലായിരിക്കും -3 എന്ന് കിട്ടുന്നത്. ഒന്ന് പോസിറ്റീവും ആയിരിക്കണം, ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -2 - 1 + 1. ഓക്കെ, ഇതിന് നമുക്ക് 2 + 1 3 ആണ്. പിന്നെ രണ്ടിലും മൈനസ് ഉണ്ട്. -2 - 1 എന്നായില്ലേ ഇത്. അപ്പോൾ -2 - 1 എന്ന് പറയുമ്പോൾ -3 ആണ്.
അങ്ങനെ നമ്മൾ സൈനുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് വേണം ഇവിടെ ചെയ്തു കൊടുക്കാനായിട്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും കാണണം. ഇപ്പം നമുക്ക് ഇത് പറയുന്ന കൂട്ടത്തിൽ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എല്ലാവരും പോയി കാണണേ. അതിനുശേഷം മാത്രമേ ഈ സൊല്യൂഷൻ വീഡിയോസ് കാണാവൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഇൻ എ ക്യൂസ്, ടീം എ സ്കോർഡ് -40, 10, 0 and team B scored 10, 0, -40 in 3 successive rounds. Which team scored more? Can you say that we can add integers in any order? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ടീം എക്ക് കിട്ടിയ സ്കോറുകളാണ് -40, 10, 0 എന്നുള്ളത്. പിന്നെ ടീം ബിയുടെ സ്കോറാണ് 10, 0, -40. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വിച്ച് ടീം സ്കോർഡ് മോർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്, ക്യാൻ യു സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ. അപ്പോൾ നമുക്ക് ആദ്യം ടീം എയുടെ സ്കോറുകളൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടീം എയുടെ സ്കോർ നോക്കാം. ടീം എ സ്കോർ എത്രയായിരുന്നു? -40 + 10 + 0. പിന്നെ നമുക്ക് ടീം ബിയുടെ നോക്കാം. ടീം ബി എത്രയായിരുന്നു സ്കോർ? 10, 0 + -40. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ഇതല്ലാതും. -40 + 10 എന്ന് പറയുമ്പോൾ 40യിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്തിട്ട് 40യുടെ സൈൻ അല്ലേ, 40യുടെ സൈന് മൈനസ് ആണ്. പിന്നെ 40യിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടും അല്ലേ, -30. അതുപോലെ തന്നെ നമുക്ക് ഇതും നോക്കാം. 10 + 0 is 10, -40 is again -30. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ടീം എക്ക് ഫസ്റ്റ് റൗണ്ടിൽ -40 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ടീം ബിക്ക് 10 കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കോർ. പിന്നെ ടീം എക്ക് സെക്കൻഡ് റൗണ്ടിൽ 10 കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ടീം ബിക്ക് 0 ആയിരുന്നു കിട്ടിയത്. പിന്നെ ടീം എക്ക് തേർഡ് റൗണ്ടിൽ 0 കിട്ടിയ സമയത്ത് ടീം ബിക്ക് -40 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓരോ റൗണ്ടുകളിലായിട്ട് ഒരു -40 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് ഒരു -40. പിന്നെ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓർഡറുകളൊന്നും മാറിക്കെടുക്കുന്നേ ഉള്ളൂ. രണ്ടുപേർക്കും -30 ആണ് അവരുടെ സ്കോർ. ഫസ്റ്റ് പറഞ്ഞത് ഇൻ എ ക്യൂസ് ടീം എ സ്കോർഡ് -40, 10, 0 ആൻഡ് ടീം ബി സ്കോർഡ് 10, 0, -40 ഇൻ 3 സക്സസീവ് റൗണ്ട്സ്. ആ 3 സക്സസീവ് റൗണ്ട്സ് ആണ് നമ്മളിവിടെ എഴുതി കൊടുത്തതും. അപ്പോൾ വിച്ച് ടീം സ്കോർഡ് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ടീം സ്കോർ ചെയ്തു എന്നാ പറയുക? രണ്ട് ടീമിനും ഈക്വൽ ആണ്. അപ്പോൾ ടീം എ ആൻഡ് ടീം ബി ഹാവ് ഈക്വൽ സ്കോർസ് എന്ന് പറയാം അല്ലേ നമുക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്തായിരുന്നു? ക്യാൻ യു സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ആൻസർ -30 എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ഏത് ഓർഡറിൽ എഴുതിയിട്ട് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്ന് അല്ലേ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ. അത് നോക്കാം നമുക്ക്. -5 + -8. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? -8 + -5 കൊടുത്താൽ മതിയില്ലേ. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എഡീഷൻ അല്ലേ. ഇൻഡിജേഴ്സിലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എഡീഷൻ ആണ് ഇവിടെ ഉള്ളത്. -5 + -8 = -8 + -5. ഓക്കെ, ഇനി അടുത്തത് -53 + ഡാഷ് = -53 + 0 അല്ലേ. ഇനി അടുത്തതോ 17 + ഡാഷ് = 0. 17ൻ്റെ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടുള്ള 17നെ തന്നെ എഴുതി കൊടുത്താൽ നമുക്ക് 0 കിട്ടും അല്ലേ. ഇനി അടുത്തത് നോക്കിയേ. 13 + -12 + ഡാഷ് = 13 + -12 + -7. അപ്പോൾ ഇവിടെ 13 ഉണ്ട്, ഇവിടെ 13 ഉണ്ട്, ഇവിടെ -12 ഉണ്ട്, ഇവിടെ -12 ഉണ്ട്, ഇവിടെ ഡാഷ്, ഇവിടെ -7 ആണ്. ആ ഡാഷുള്ള സ്ഥലത്ത് നമുക്ക് -7 എന്ന് എഴുതി കൊടുക്കാം. ഇത് ഇൻഡിജേഴ്സിൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എഡീഷൻ ആണ് അല്ലേ. അത് നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. -4 +
15 പ്ലസ് -3 ഈക്വൽസ് ടു -4 പ്ലസ് 14 പ്ലസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ -4 ഇവിടെ ഉണ്ട്, ഇവിടെ -4 ഉണ്ട്, 15 ഉണ്ട്, 15 ഉണ്ട്, -3 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ -3 എഴുതി കൊടുക്കാം. ഇതും സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ സൊല്യൂഷൻസ് എല്ലാം മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസ് 3 ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ? ഫൈൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. നമ്മളെല്ലാ റൂൾസും ഫോളോ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾസ് ആണ് വേണ്ടത്. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ്റെ സൈനാണ് കാണുന്നത് അല്ലേ? ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് 3 × -1 എന്നാണല്ലോ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈൻ പ്രത്യേകം നോക്കണം. സൈൻ തെറ്റിപ്പോയാൽ നമ്മുടെ ആൻസറും തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് വേണം? ആദ്യം സൈൻ നോക്കുക. 2 നമ്പറുകൾ, ഇവിടെ പോസിറ്റീവ് നമ്പർ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ അനുസരിച്ച് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ് ആൻസർ വരിക? നെഗറ്റീവാണ് അല്ലേ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാണ് വരിക അല്ലേ? പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ വരിക? അതും പോസിറ്റീവ് തന്നെ. അപ്പോൾ ഒരേ സൈനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെൻറ്റ് സൈനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഡിഫറെൻറ്റ് സൈനാണ് അല്ലേ ഉള്ളത്? പോസിറ്റീവ് 3യും നെഗറ്റീവ് 1ഉം ആണ് ഉള്ളത്. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 3 × 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. -1 × 225. ഇവിടെ എന്താ? ഡിഫറൻറ്റ് സൈനാണ് അല്ലേ? മൈനസും ഉണ്ട് പ്ലസ്സും ഉണ്ട്. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ആൻസർ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ 1 × 225 എന്ന് പറയുമ്പോൾ 1 ഏതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പർ ഇറ്റ്സെൽഫ് തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് 225 എഴുതി കൊടുക്കാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. -21 × -30. രണ്ടും മൈനസ് സൈൻ ആണല്ലോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 21 × 30 എത്രയായിരിക്കും? 21 × 3 ചെയ്തിട്ട് നമുക്ക് 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 21 × 30 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യാനായിട്ട് നമുക്ക് 21 × 3 ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, 1 × 3 അത് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 6 ആണ്. നമുക്ക് 63 എന്ന് കിട്ടി. പക്ഷേ ഈ 0 നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. ആ 0 ആണ് നമുക്ക് വൺസിൻ്റെ പൊസിഷനിൽ വേണ്ടത്. അപ്പോൾ നമ്മളത് അവിടെ കൊടുത്തു. നമുക്ക് 630 എന്ന് കിട്ടി. ആൻസർ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. ഞാൻ അതിനെല്ലാം റിപ്ലൈ തരും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. -316 × -1. ഇവിടെ എന്താ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് അല്ലേ? 316 × 1 316. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് 316 ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്തത് -15 × 0 × -18. ഏത് നമ്പറിൻ്റെ ഇൻ ബിറ്റ്വീനിലും മൾട്ടിപ്ലിക്കേഷനിൽ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല അല്ലേ? എത്ര നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് ഒരു 0 ആണെങ്കിൽ ആൻസർ 0 ആവില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 2 × 3 × 6 × 0. നമ്മൾ പോയിട്ട് 2ഉം 3ഉം 6ഉം ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇൻറ്റു 0 ആണ് ലാസ്റ്റ്. ആൻസർ 0 ആയിരിക്കും. 100 × 50 × 6 × 0. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് റാൻഡം നമ്പേഴ്സ് എഴുതിയെന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി കഴിഞ്ഞു ലാസ്റ്റ് 0 ഉള്ളത്. അപ്പോൾ 0. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വന്നു എന്ന് വിചാരിക്കാം. 5 × 0 × 6 × 4. ഇപ്പോഴും എന്താ? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു 0 കഴിഞ്ഞാൽ 0 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒന്നും നോക്കാനില്ല, 0 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതോ? -12 × -11 × 10. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ -12 × 10 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് -11 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -12 × 10 എന്താ എഴുതുക? നമ്മൾ -12 എഴുതുന്നു, എന്നിട്ട് ഈ 0 കൂടെ എഴുതി കൊടുക്കുന്നു. അത്രയല്ലേ വേണ്ടൂ? എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണത് അല്ലേ? പിന്നെ ഇൻറ്റു -11 ഉണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 120 × 11 ആണ് ഇനി ചെയ്യാനുള്ളത് നമുക്ക്. ഇവിടെ നമ്മൾ സെയിം കാര്യം, 0 അവിടെ നിൽക്കട്ടെ. നമുക്ക് 12 × 11 ചെയ്യാം. അപ്പോൾ 2 × 1 2, 1 × 1 1, 1 × 2 2,
1 ഇൻറ്റു 1 1 എഴുതി കൊടുക്കാം. 2 + 0 2 ആണ്, 1 + 2 3 ആണ്, 1 എഴുതി കൊടുത്തു. അപ്പോൾ നമുക്ക് 132 എന്ന് കിട്ടി. പക്ഷെ 132 മതിയാവില്ല, കാരണം ഇവിടെ ഈ 0നെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ 0 നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ 1320. കറക്റ്റ് അല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്ത സൊല്യൂഷനിലോട്ട് പോയാലോ? ഇവിടെ പറഞ്ഞതിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ, എല്ലാം ക്ലിയർ അല്ലേ? ഇവിടെ 0 ആയതുകൊണ്ട് കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല, നമ്മൾ 0 തന്നെ എഴുതി കൊടുത്തു. അതുപോലെ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് വന്നതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ലാസ്റ്റിൽ മൈനസ് ഇൻറ്റു മൈനസ് വന്നു, അതുകൊണ്ട് ആൻസർ പോസിറ്റീവ് തന്നെയായി. എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 9 ഇൻറ്റു -3 ഇൻറ്റു -6. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. 9 ഇൻറ്റു -3 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കൂടെ -6 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 9 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ 27 ആണ്. മൈനസ് സൈൻ കൊടുക്കണം, ഇൻറ്റു -6. ഇനി 27ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 27 ഇൻറ്റു 6, 7 ഇൻറ്റു 6 42, 2 ഹിയർ 4 up, 2 ഇൻറ്റു 6 12, 12 + 4 16, 162. അപ്പോൾ നമുക്ക് 162 എന്നിവിടെ എഴുതാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, അപ്പോൾ പിന്നെ അതിന് സൈൻ്റെ ഒന്നും ആവശ്യമില്ല. പോസിറ്റീവ് 162 ആണ് കിട്ടുന്നത് ആൻസർ. കറക്റ്റ് ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്തത് ചെയ്ത് നോക്കാം നമുക്ക്. -18 ഇൻറ്റു -5 ഇൻറ്റു -4 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമുക്ക് ആദ്യം -5ഉം -4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസറിൻ്റെ കൂടെ -18 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ -18 ഇൻറ്റു -5 ഇൻറ്റു -4, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ് അല്ലേ? പിന്നെ 5 ഇൻറ്റു 4 20 ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് -18 ഇൻറ്റു 20 എന്നാണ്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 18 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 2s are 16, 6 here, 1 up, 1 ഇൻറ്റു 2 2, 2 + 1 is 3. അപ്പോൾ നമുക്ക് 36 എന്ന് എഴുതാം. ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, ആ സൈൻ ഇവിടെ എഴുതി കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ, -36. ഇവിടെ നമ്മൾ 9 ഇൻറ്റു -3 ഇൻറ്റു -6 ചെയ്തപ്പോൾ നമുക്ക് 162 എന്ന ആൻസർ കിട്ടി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പിന്നെ ഇവിടെയുള്ള പോസിറ്റീവ് നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പോസിറ്റീവ് ആൻസർ തന്നെയാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്, അപ്പോൾ ആൻസർ നമുക്ക് മൈനസ് ആയിട്ട് കിട്ടി. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. -1 ഇൻറ്റു -2 ഇൻറ്റു -3 ഇൻറ്റു 4 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം അല്ലേ? -1 ഇൻറ്റു -2 നമുക്ക് ആദ്യം ചെയ്യാം, എന്നിട്ട് -3 ഇൻറ്റു 4 ചെയ്യാം. അതിൻ്റെ രണ്ടിൻ്റെയും ആൻസറിനെ ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ -1 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, 1 ഇൻറ്റു 2 2 ആണ്. പിന്നെ ഈ സൈൻ കൊടുക്കാം, ഇൻറ്റു -3 ഇൻറ്റു 4 ഈസ് -12. ഇനി നമുക്ക് അടുത്തത് എന്താണുള്ളത്? 2ഉം 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 12 ഇൻറ്റു 2 ഈസ് 24. അപ്പോൾ നമുക്ക് അത് എഴുതി കൊടുക്കാം, എന്നിട്ട് ഈ സൈനും കൊടുക്കാം. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണല്ലോ, അത് കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് നോക്കാം അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ മറ്റതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് -3 ഇൻറ്റു -6 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു -2 ഇൻറ്റു -1 ചെയ്യാം. അപ്പോൾ -3 ഇൻറ്റു -6, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ്, 3 ഇൻറ്റു 6 18 ആണ്, ഇൻറ്റു -2 ഇൻറ്റു -1, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്, 2 ഇൻറ്റു 1 2 ആണ്. അപ്പോൾ നമുക്കിതിനെ 18 ഇൻറ്റു 2 എന്ന് എഴുതാം. 18 ഇൻറ്റു 2 എത്രയാണ്? 8 ഇൻറ്റു 2 ഈസ് 16, 6 ഹിയർ, 1 അപ്പ്, 1 ഇൻറ്റു 2 ഈസ് 2, 2 + 1 ഈസ് 3, 36. ഓക്കെ, 36 എന്ന് എഴുതി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. എല്ലാവർക്കും കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം ഞാൻ. 2 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്, എയും ബിയും. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണുന്നത് 18 ഇൻറ്റു
7 plus minus 3 equals to 18 into 7 plus 18 into minus 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം മാത്രമേ സോൾവ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങാവൂ. ഇക്വേഷൻ സൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താ, നമ്മുടെ ഇതിന്റെ LHSഉം RHSഉം ഈക്വൽ ആണ് അല്ലേ. ഇത് ഈക്വൽ ആണെന്ന് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് വെരിഫൈഡ് എന്ന ആൻസർ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം ഇതിന്റെ LHS ചെയ്ത് നോക്കാം. LHSൽ എന്താ ഉള്ളത്? 18 into 7 plus minus 3 അല്ലേ. അപ്പൊ ഇതാദ്യം നമുക്ക് സോൾവ് ചെയ്യാം, അതിനുശേഷം നമുക്ക് RHS നോക്കാം കേട്ടോ. അപ്പോൾ 18 ഇൻറ്റു എന്നിട്ട് 7 പ്ലസ് മൈനസ് 3 ചെയ്തു. 7 പ്ലസ് മൈനസ് 3 എന്ന് പറയുമ്പോൾ രണ്ടിന്റെ സൈന് ഡിഫറെന്റ് ആണ്. വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ പോസിറ്റീവ് സൈൻ ആണ്. അപ്പോൾ നമുക്ക് 7ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാം. 7 മൈനസ് 3 ഈസ് 4. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. 18 ഇൻറ്റു 4, 8 into 4, 32, 2 here, 3 up, 1 4 is 4, 4 plus 3 is 7. അപ്പോൾ നമുക്ക് 72 എന്ന ആൻസർ കിട്ടി. 18 into 4 equals to 72 എന്ന് ഞാനിവിടെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് അടുത്ത RHS നോക്കാം. RHSൽ എന്താ തന്നിട്ടുള്ളത് നമുക്ക്? 18 into 7 plus 18 into minus 3. 18 into 7 ചെയ്ത് നോക്കാം നമുക്ക്. 18 into 7. 8 into 7 is 56, 6 here, 5 up, 1 into 7 is 7, 7 plus 5 is 12, 126 കിട്ടി. പ്ലസ് 18 into minus 3, 18 into 3 ചെയ്യാം. 8 into 3, 24, 4 here, 2 up, 1 into 3, 3, 3 plus 2 is 5, 54, മൈനസ് സൈൻ ഉണ്ട്, അതുകൊണ്ട് മൈനസ് സൈൻ എഴുതി കൊടുക്കണം. 54 ഇവിടെ എഴുതാം. ഇനി എന്താ? ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എന്താണെന്നും അതെങ്ങനെ വെരിഫൈ ചെയ്യാമെന്നും ഒക്കെ മനസ്സിലായി അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു എനി ഇൻറ്റിജർ എ വാട്ട് ഈസ് -1 ഇൻറ്റു എ ഈക്വൽ ടു. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എ ആണെന്ന് വിചാരിക്കാം. അതിനെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. -1 ഇൻറ്റു എ ഈസ് -a. ഇത്രയേ ഉള്ളൂ ഈ സൊല്യൂഷൻ, വേറെ കൂടുതലൊന്നുമില്ല. അത് ഏത് നമ്പറിനായിക്കോട്ടെ. അപ്പോൾ എക്ക് പകരം നമ്മൾ 2 ആണ് എഴുതിയതെന്ന് വിചാരിക്കാം. അപ്പോൾ -1 ഇൻറ്റു 2 ഈക്വൽസ് ടു -2 ആയിരിക്കും കിട്ടുന്നത്. എക്ക് പകരം 5 ആണെങ്കിലോ -1 ഇൻറ്റു 5 -5 കിട്ടും. എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണല്ലോ. ഈ വേരിയബിളിന് പകരം ഏത് നമ്പർ എഴുതി കഴിഞ്ഞാലും ആ വേരിയബിളിന്റെ മൈനസ് സൈൻ കിട്ടും. -1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അത്രയേ ഉള്ളൂ ഇവിടെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമിൻ ദ ഇൻറ്റിജർ ഹൂസ് പ്രോഡക്റ്റ് വിത്ത് -1 ഈസ് 0. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഇൻറ്റിജേഴ്സിൽ ഏതുമായിട്ട് -1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന ആൻസർ കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. -22 ഇൻറ്റു -1 ആൻസർ എത്രയാണ് കിട്ടുന്നത് നമുക്ക്? മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആയിരിക്കും. 22 ഇൻറ്റു 1 22 തന്നെ. നമുക്ക് ആൻസർ കിട്ടിയില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. അടുത്തത് നോക്കാം നമുക്ക്. 37 ഇൻറ്റു -1. 37 ഇൻറ്റു -1 is -37. It is not our required solution. Next one 0. 0 ഇൻറ്റു -1. 0 ഏത് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിച്ചു നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം -1 to 5 റൈറ്റ് വേരിയസ് പ്രോഡക്ട്സ് ഷോയിങ് സം പാറ്റേൺ ടു ഷോ -1 ഇൻറ്റു -1 ഈക്വൽസ് ടു 1. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? -1 ഇൻറ്റു 5 എന്ന് തുടങ്ങി -1 ഇൻറ്റു -1 ഈക്വൽസ് ടു 1 എന്നെത്തുന്നവരുള്ള വേരിയസ് പാറ്റേൺസ് ഉണ്ടാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഒരു നമ്പർ ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ 0 1 2 3 4 5 വരെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 ഇവിടെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് ഇങ്ങോട്ട് -1 -2 -3 -4. ഓക്കെ, നമ്പർ ലൈനിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അത് പോയി കണ്ടാൽ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? -1 ഇൻറ്റു -1 ഈക്വൽസ് ടു 1 എന്നെത്തുന്ന വരെയുള്ള ഒരു പാറ്റേൺ കണ്ടുപിടിക്കണം. -1 ഇൻറ്റു 5 എന്ന് തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 5 ആണ് ഇവിടെ ഉള്ളത്. 5ൽ നിന്ന് ബാക്കിലോട്ട് 4ലോട്ട് പോകണം.
3 പോകണം, 2 1 0 -1 ഇത്രയും എത്തണം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് തന്നെ എഴുതി കൊടുക്കാം. -1 × 5 എത്ര കിട്ടുന്നത് നമുക്ക്? -5 ആണ്. ഇനി അതിൻ്റെ ശേഷം അതിൻ്റെ കണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4 പോകുന്നത്. അപ്പോൾ നമുക്ക് -1 × 4 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ -4 കിട്ടി. -1 × 3 എഴുതാം, -3. -1 × 2 = -2. -1 × 1 = -1. -1 × 0 = 0. -1 × -1 = 1. ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ പാറ്റേൺ. നോക്കിയേ, -1 × -1 = 1 വരെ നമ്മൾ എഴുതി. നമുക്ക് തന്ന -1 × 5 ആണ് മേലെ കിടക്കുന്നത്. -1 × -1 = 1 വരെ ഒരു പാറ്റേൺ ഉണ്ടാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ പാറ്റേൺ ഉണ്ടാക്കി. ഇനി ഇതൊന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് എല്ലായിടത്തും -1 ഒരു പാറ്റേണിൽ തന്നെ കിടക്കുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, 5 4 3 2 1 0 -1. അപ്പോൾ എന്താ, ഇത് ഡിക്രീസിങ് ഓർഡറിൽ അത് കിടക്കുന്നത്. അതൊരു പാറ്റേൺ തന്നെയാണല്ലോ. റൈറ്റ് വേരിയസ് പ്രോഡക്റ്റ് ഷോയിങ് സം പാറ്റേൺ, ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് പാറ്റേൺസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് -1 -1 അങ്ങനെ വന്നു. ഇവിടെയാണെങ്കിലോ 5 4 3 2 1 0 -1, പിന്നെ -5 -4 -3 -2 -1 0 1 അങ്ങനെ. അപ്പോൾ ഈ ഒരു പാറ്റേൺ വന്നു. ഇനി നമുക്ക് വേറൊരു പാറ്റേൺ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പറിനോട് 1 പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറുകളാണ്. ഒന്ന് നോക്കാം നമുക്ക്. അതായത് -5 എന്ന് പറയുന്നത് -6 + 1 ആണ്. അപ്പോൾ നമുക്ക് -5 കിട്ടുന്നു. ഈ -4 ആണെങ്കിലോ -5 + 1 ആണ്. അപ്പോഴാണല്ലോ -4 എന്ന് കിട്ടുന്നത്. ഇനി -3 ആണെങ്കിലോ തൊട്ട് മുന്നത്തെ നമ്പർ -4 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 കിട്ടുന്നു. -3 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 -2 + 1 -1 -1 + 1 0 0 + 1 1. കണ്ടോ ആ പാറ്റേണിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ പ്രോഡക്റ്റ് യൂസിങ് സ്യൂട്ടബിൾ പ്രോപ്പർട്ടീസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം സ്യൂട്ടബിൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത്. ഇപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാലോ. 26 × -48 + -48 × -36. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ എല്ലാ പ്രോപ്പർട്ടീസൊക്കെ കണ്ട് പഠിച്ച് വന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇത് മനസ്സിലാവുമല്ലോ. എന്താണ് ഇവിടെ -48 എന്ന നമ്പർ റിപ്പീറ്റായി വരുന്നുണ്ട് അല്ലേ. അങ്ങനെ റിപ്പീറ്റായി വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടൊക്കെ എഴുതുന്ന ആ പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു കൂട്ടുകാരെ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലേ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ ജനറൽ ഫോം നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ആ ഫോമിലോട്ട് ഈ നമ്പേഴ്സിന് എഴുതി കൊടുക്കാം. a × b + a × c = a × b + c. ഇവിടെ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണ്, നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. വേർഡ് പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ശരിക്കും മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എ certain freezing process requires that room temperature be lowered from 40°C at the rate of 5°C every hour. What will be the room temperature 10 hours after the process begins? അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? A certain freezing process requires that room temperature be lowered from 40°C at the rate of 5°C every hour. ഇത് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആ റൂം 40°C ഉള്ളത്. ഈ 40°C നിന്നും ഓരോ മണിക്കൂറിലും 5°C വീതം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് പറഞ്ഞത് വാട്ട് വിൽ ബി ദ റൂം ടെമ്പറേച്ചർ 10 hours ആഫ്റ്റർ ദ പ്രോസസ് ബിഗിൻസ്. അങ്ങനെ ഓരോ മണിക്കൂറിലും 5°C വീതം കുറഞ്ഞു കഴിഞ്ഞാൽ 10 hours കഴിയുമ്പോൾ ടെമ്പറേച്ചർ എത്രയായിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കാം. ടെമ്പറേച്ചർ ഓഫ് ദ റൂം ഇൻ ദ ബിഗിനിങ് 40°C അത് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ആഫ്റ്റർ 1 hour 5°C കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലോവേഡ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ -5°C എന്ന് കൊടുക്കുക അല്ലേ.
കുറയാണല്ലോ. കൂടുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, കുറയുന്നതിന് മൈനസ് നെഗറ്റീവായിട്ട് കൊടുക്കുക അല്ലേ. അടുത്തത് നമുക്ക് ടെമ്പറേച്ചർ ആഫ്റ്റർ 1 hour. അപ്പോൾ 1 hourന് ശേഷം ടെമ്പറേച്ചർ എത്ര ആയിരിക്കും എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ബിഗിനിങ്ങിലുള്ള ടെമ്പറേച്ചറും പിന്നെ ആഫ്റ്റർ 1 hour വന്ന ചേഞ്ച് ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ടെമ്പറേച്ചർ ചേഞ്ച് -5 ആയിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 40 ഡിഗ്രി പ്ലസ് -5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 35 ഡിഗ്രി അല്ലേ, സെൽഷ്യസ്. വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ ആഫ്റ്റർ 1 hour 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ആഫ്റ്റർ 10 hours. 10 hours കഴിയുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് എത്രയായിരിക്കും? ഓരോ അവറിലും 5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10 hours എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക? 10 ഇൻറ്റു -5 ഡിഗ്രി സെൽഷ്യസ്, ഇത്രയും കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അതെത്ര? 10 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ -50 ഡിഗ്രി സെൽഷ്യസ് ടോട്ടൽ കുറഞ്ഞത്. 10 hours ഇത്രയും ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പോൾ ഫൈനലി എത്ര ആയിരിക്കും ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ? 10 hours കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്രയാണ്? ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ 40 ഡിഗ്രി ആയിരുന്നു. അതിനുശേഷം 10 hours വന്ന ടെമ്പറേച്ചർ ചേഞ്ച് -50 ഡിഗ്രിയാണ്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 40 പ്ലസ് -50 എന്ന് പറയുമ്പോൾ 50 - 40 10 ആണ്. പിന്നെ വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് -10 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എല്ലാവരും ശരിക്കും മനസ്സിലാക്കണേ. ഓരോന്നായിട്ട് വായിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇൻ എ ക്ലാസ് ടെസ്റ്റ് കണ്ടെയ്നിങ് 10 questions, 5 marks are awarded for every correct answer and -2 marks are awarded for every incorrect answer and 0 for questions not attempted. അങ്ങനെ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. മോഹൻ ഗെറ്റ്സ് 4 കറക്റ്റ് ആൻഡ് 6 ഇൻകറക്റ്റ് ആൻസേഴ്സ്. വാട്ട് ഈസ് ഹിസ് സ്കോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അത് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്ലാസ് ടെസ്റ്റിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 5 marks ആണ് നമ്മുടെ എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇൻകറക്റ്റ് ആൻസേഴ്സിന് -2 marks ആണ് കിട്ടുന്നത്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് 0 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മോഹൻ ഗെറ്റ്സ് 4 കറക്റ്റ് ആൻഡ് 6 ഇൻകറക്റ്റ് ആൻസേഴ്സ്. വാട്ട് ഈസ് ഹിസ് സ്കോർ എന്നാണ്. മോഹന് എത്ര കറക്റ്റ് ആൻസേഴ്സ് കിട്ടി? 4 അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് മാർക്സ് അവാർഡ് ടു മോഹൻ 4 കറക്റ്റ് ആൻസേഴ്സ് കൊടുക്കാം. 4 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ഓരോ കറക്റ്റ് ആൻസറിനും എത്ര മാർക്കാണ്? 5 marks വീതം കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 4 × 5 = 20 marks എന്ന് എഴുതി കൊടുക്കാം. ഇനി മാർക്സ് അവാർഡഡ് ടു മോഹൻ ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്, 6 ഇൻകറക്റ്റ് ആൻസേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു എത്ര മാർക്ക്? -2 മാർക്കാണ് ഓരോ ഇൻകറക്റ്റ് ആൻസേഴ്സിനും. അപ്പോൾ 6 ഇൻറ്റു -2 കൊടുക്കാം നമുക്ക്. 6 - 12. ഇനി നമുക്ക് മോഹന് കിട്ടിയ ടോട്ടൽ മാർക്ക് നോക്കാം. ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ മോഹൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഈ 2 ആൻസേഴ്സും ആഡ് ചെയ്യാം. 20 + -12. അപ്പോൾ 20 + -12 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 8 അല്ലേ. സെക്കൻഡ് പാർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് രേഷ്മ ഗെറ്റ്സ് 5 കറക്റ്റ് ആൻസേഴ്സ് ആൻഡ് 5 ഇൻകറക്റ്റ് ആൻസേഴ്സ്. വാട്ട് ഈസ് ഹെർ സ്കോർ? അപ്പോൾ നമുക്ക് രേഷ്മയ്ക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് മാർക്സ് അവാർഡഡ് ടു രേഷ്മ ഫോർ കറക്റ്റ് ആൻസേഴ്സ് നോക്കണം. എത്ര കറക്റ്റ് ആൻസർ ഉണ്ടായിരുന്നു? 5 കറക്റ്റ് ആൻസേഴ്സ് അല്ലേ. അപ്പോൾ 5 × 5, ഒരു കറക്റ്റ് ആൻസറിന് 5 മാർക്കാണല്ലോ. മാർക്സ് അവാർഡഡ് ടു രേഷ്മ ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. എത്ര ഇൻകറക്റ്റ് ഉണ്ടായിരുന്നു? 5 ഇൻകറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ നമുക്ക് 5 × -2. അപ്പോൾ ഇവിടെ 5 × 5 25 ആണ്. 5 × -2 എന്ന് പറയുമ്പോൾ -10 ആണ്. ഈ ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ രേഷ്മ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് 25 + -10 50 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊരു പാർട്ടും കൂടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഹീനയുടെ മാർക്കാണ് പറയുന്നത്. ഹീന ഗെറ്റ്സ് 2 കറക്റ്റ് ആൻഡ് 5 ഇൻകറക്റ്റ് ആൻസേഴ്സ് ഔട്ട് ഓഫ് 7 questions ഷീ അറ്റംപ്റ്റ്സ്. വാട്ട് ഈസ് ഹെർ സ്കോർ? അപ്പോൾ ഫസ്റ്റ് മാർക്സ് അവാർഡഡ് ടു ഹീന ഫോർ കറക്റ്റ് ആൻസേഴ്സ്. എത്ര കറക്റ്റ് ആൻസർ ഉണ്ടായിരുന്നു ഹീനയ്ക്ക്? 2 കറക്റ്റ് ആൻസേഴ്സ് അല്ലേ.
അപ്പോൾ 2 × 5 = 10. പിന്നെ എത്ര ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു? 5 ഇൻകറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ 5 × -2 = -10. പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോട്ട് അറ്റംപ്റ്റഡ് ബൈ ഹീന. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഹീന 7 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. 10 - 7 3 എന്ന് കിട്ടി നമുക്ക്. ഇനി മാർക്സ് അവാർഡഡ് ടു ഹീന ഫോർ നോൺ അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ്. അറ്റംപ്റ്റ് ചെയ്യാത്തത് 3 ക്വസ്റ്റ്യൻസ് ആണ്, അതിന് മാർക്ക് 0 ആണ്. അത്രയും നമ്മൾ എഴുതി കൊടുത്തു. ഇനി ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഹീന എന്ന് പറയുമ്പോൾ നമുക്ക് 10 + -10 = 0. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഹീനയുടെ സ്കോർ 0 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിൽ 3 പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മോഹന് കിട്ടിയ മാർക്ക് 8 ആയിരുന്നു. സെക്കൻഡ് രേഷ്മക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് 15 ആയിരുന്നു. ഹീനക്ക് കിട്ടിയ മാർക്ക് 0 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സിമെന്റ് കമ്പനി ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് ₹8 per bag of white cement sold and a loss of ₹5 per bag of grey cement sold. The company sells 3,000 bags of white cement and sold 5,000 bags of grey cement in a month. What is its profit or loss? What is the number of white cement bags it must sell to have neither positive nor loss? If the number of grey bags sold is 6,400 bags. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിനുശേഷം സെക്കൻഡ് നോക്കാം. സിമെന്റ് കമ്പനി ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 8 per bag of white cement sold and loss of 5 per bag of grey cement sold. അപ്പോൾ ഒരു സിമെന്റ് കമ്പനി 2 തരം സിമെന്റുകൾ സെല് ചെയ്യുന്നുണ്ട്. അതിൽ വൈറ്റ് സിമെന്റും ഉണ്ട്, ഗ്രേ സിമെന്റും ഉണ്ട്. വൈറ്റ് സിമെന്റ് ഒരു ബാഗിന് 8 rupees പ്രോഫിറ്റ് ആയിട്ടും പിന്നെ ഗ്രേ സിമെന്റ് ഒരു ബാഗിന് 5 rupees ലോസും ആയിട്ടാണ് ഇവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി കൊടുക്കാം. അതിനുശേഷം കാൽക്കുലേഷൻസ് ചെയ്യാം കേട്ടോ. പ്രോഫിറ്റ് ഓൺ ദ വൈറ്റ് സിമെന്റ് ബാഗ്. വൈറ്റ് സിമെന്റ് ബാഗിൽ വരുന്ന പ്രോഫിറ്റ് എത്രയായിരുന്നു? 8 rupees അല്ലേ. പ്രോഫിറ്റ് ഓൺ 1 വൈറ്റ് സിമെന്റ് ബാഗ് എത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 8 rupees അല്ലേ. വൈറ്റ് സിമെന്റ് ബാഗിൽ നിന്നുള്ള പ്രോഫിറ്റ് 8 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി കൊടുക്കാം നമുക്കിവിടെ. ലോസ് ഓൺ 1 ഗ്രേ സിമെന്റ് ബാഗ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ₹5 ആണ്. പക്ഷെ ലോസ് ആയതുകൊണ്ട് മൈനസ് ആണ്, ₹-5. അപ്പോൾ പ്രോഫിറ്റ് ഓൺ 3,000 bags ഓഫ് വൈറ്റ് സിമെന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഓൺ 3,000 bags ഓഫ് വൈറ്റ് സിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3,000 bags ആണുള്ളത്. അതിൻ്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 × 8 24, ഈ 3 zeros ഇട്ട് കൊടുക്കാം. അത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. 3,000 നമ്പർ ഓഫ് ബാഗ്സ് സെല് ചെയ്തു, 8 rupees പ്രോഫിറ്റിൽ. പിന്നെ അടുത്തത് ലോസ് ഓൺ 5,000 bags ഓഫ് ഗ്രേ സിമെന്റ്. എങ്ങനെ ചെയ്യാം? 5,000 × -5 = 5 × 5 25. 3 zeros കൊടുക്കാം, മൈനസ് സൈൻ കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ -25,000. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് 24,000ഉം ലോസ് -25,000ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ കമ്പനിക്ക് ഉണ്ടായതെന്ന് നോക്കണ്ടേ നമുക്ക്. കമ്പനി ഇവിടെ 3,000 bags ഓഫ് വൈറ്റ് സിമെന്റും സെല് ചെയ്തിട്ടുണ്ട്, 5,000 bags ഓഫ് ഗ്രേ സിമെന്റും സെല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 നമ്പേഴ്സും ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. നോക്കാം. 24,000 + -25,000. അപ്പോൾ 25,000ൽ നിന്ന് 24,000 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 എന്ന ആൻസർ കിട്ടും. വലുതിൻ്റെ സൈന് മൈനസ് ആയതുകൊണ്ട് -1000 എന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോസ് ആണെന്ന് മനസ്സിലായി, കാരണം മൈനസ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. ലോസ് ആണ്. അപ്പോൾ ലോസ് = 1,000 rupees എന്ന് നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിലിനി ഒരു പാർട്ടും കൂടെ ഉണ്ടല്ലോ, അതൊന്ന് നോക്കാം. What is the number of white cement bags it must sell to have neither positive nor loss? If the number of grey bags sold is 6,400 bags. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ
നമ്മൾ വൈറ്റ് സിമെന്റ് ബാഗ്സും ഗ്രേ സിമെന്റ് ബാഗ്സും സെല് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ പ്രോഫിറ്റും ലോസും ഇല്ലാതിരിക്കണം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അവിടെ ലോസ് ആണ് അല്ലെ, 1000 റുപ്പീസിന്റെ ലോസ് വന്നു. പക്ഷെ നമ്മൾ എത്ര നമ്പർ ഓഫ് വൈറ്റ് സിമെന്റ് ബാഗ്സും ഗ്രേ സിമെന്റ് ബാഗ്സും സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസോ പ്രോഫിറ്റോ ഇല്ലാതിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഗ്രേ ബാഗ്സ് തന്നിട്ടുണ്ട്, ഇത്രയുണ്ട്. അപ്പൊ നമ്മൾ വൈറ്റ് സിമെന്റ് ബാഗ്സ് എത്ര എണ്ണം വേണം എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് കണ്ടുപിടിച്ച് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വൈറ്റ് സിമെന്റ് ബാഗ്സ് ഇറ്റ് മസ്റ്റ് സെൽ ടു ഹാവ് നെയ്തർ പോസിറ്റീവ് നോർ ലോസ് ഇഫ് ദ നമ്പർ ഓഫ് ഗ്രേ ബാഗ്സ് സോൾഡ് ഈസ് 6400 ബാഗ്സ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 6400 ഗ്രേ ബാഗ്സ് സെല് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വൈറ്റ് സിമെന്റ് ബാഗ്സ് സെല് ചെയ്താലാണ് കമ്പനിക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ലാതെ ഇരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഗ്രേ ബാഗ്സിന്റെ എണ്ണാണല്ലോ, അതിന് എത്ര ലോസ് ആണ് ആവുന്നത് എന്ന് ഫസ്റ്റ് നോക്കാം. 6400 ബാഗ്സിന് ലോസ് ആയതുകൊണ്ട് -5 എന്നാണ് എഴുതുന്നത്. എന്നിട്ട് നമുക്ക് 64 into 5 ചെയ്ത് നോക്കാം. 4 into 5 is 20, 0 here, 2 up, 6 5s are 30, 30 plus 2 is 32. അപ്പോൾ നമുക്ക് 320 എഴുതി ഈ 2 zeros എഴുതി കൊടുത്തു. എന്നിട്ട് ഈ മൈനസ് സൈൻ ഇവിടെ കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോസ്. ഇനി നമുക്ക് എത്ര വൈറ്റ് ബാഗ്സും കൂടി സെല് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ലാതിരിക്കുമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് ദ നമ്പർ ഓഫ് വൈറ്റ് സിമെന്റ് ബാഗ്സ് ഫോർ നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് ഇസ് എക്സ് എന്ന് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇവിടെ കമ്പനിക്ക് പ്രോഫിറ്റും ലോസും അല്ലാതെ എത്ര നമ്പർ ഓഫ് വൈറ്റ് ബാഗ്സ് സെല് ചെയ്യണമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഫോർ നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് ദ പ്രോഫിറ്റ് ഓഫ് വൈറ്റ് ബാഗ്സ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഒരു ബാഗിന് 8 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 8 into x, അപ്പോൾ 8x ആയിരിക്കും അത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് സിമെന്റ് ബാഗ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ നമുക്ക് സെല് ചെയ്യേണ്ട ഗ്രേ ബാഗ്സ് 6400 ആണ്. എന്നാൽ നമുക്ക് വൈറ്റ് ബാഗ്സ് എത്ര എണ്ണം വേണമെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് അതിന് എക്സ് എന്ന് കൊടുത്തു. അതിന്റെ പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ട് 8 into x കൊടുത്തു, 8x കിട്ടി. അപ്പോൾ ഈ ലോസും ഈ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം അല്ലേ. എന്താ പ്രോഫിറ്റും ലോസും ഇല്ലല്ലോ, അപ്പൊ 0 ആണ്. അപ്പൊ നമുക്ക് -32,000 plus 8x equals to 0 എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് 8x കണ്ടുപിടിക്കണം. 8x equals to ഈ 32,000 അങ്ങോട്ട് പോട്ടെ, മൈനസ് ആയതിന്റെ പോസിറ്റീവായി മാറും അല്ലെ. 32,000 എന്ന് ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാം. 32,000 by 8 കട്ട് ചെയ്യാം അല്ലെ. 32-ല് 8 4 times, 8-ല് 8 1 time. അപ്പൊ നമുക്ക് 4000 by 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് x equals to 4000 എന്ന് കിട്ടി. 4000 എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് ബാഗ്സ് ഫോർ നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ്. അപ്പൊ നമ്മുടെ റിക്വയർഡ് നമ്പർ ഓഫ് ബാഗ്സ് എത്രയായിരുന്നു? 4000. എങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. ആദ്യം നമ്മൾ ഗ്രേ ബാഗ്സിന്റെ ലോസ് എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് ബാഗ്സിന് എക്സ് എന്ന് പേര് കൊടുത്തു. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് 8 into x, 8x ആണെന്ന് എഴുതി. അപ്പൊ ഈ ലോസും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ലാതെ ആവണം കമ്പനിക്ക് അല്ലെ. അതിനെന്ത് വേണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം നമുക്ക്. -32,000 plus 8x equals to 0 എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആ എക്സിന്റെ വാല്യൂ ആണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. മനസ്സിലായില്ലേ കൂട്ടുകാരെ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. ഇത് ഈ 3rd എക്സസൈസിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ല ഈസിയാണ് കേട്ടോ. റീപ്ലേസ് ദ ബ്ലാങ്ക് വിത്ത് ആൻ ഇന്റിജർ ടു മേക്ക് ഇറ്റ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാൻ എങ്ങനെയാണ് നമ്മൾ ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. -3 into dash equals to 27. 27 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. ഇവിടെ എന്ത് ഫില്ല് ചെയ്താലായിരിക്കും 27 എന്ന ആൻസർ കിട്ടുന്നത്? 3 into എത്രയാണ് 27? 3 into 9 ആണ് അല്ലെ. അപ്പൊ അത് എഴുതി കൊടുത്തു. പിന്നെ പക്ഷെ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആൻസർ അല്ല. ഇവിടെ ഇപ്പോൾ -3 into 9 എന്ന് എഴുതി കഴിഞ്ഞാൽ -27 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. 3 into 9 27 ആയി കഴിഞ്ഞില്ലേ. അടുത്തത് നമുക്ക് നെഗറ്റീവ് ആൻസർ തന്നെയാണ് വേണ്ടത്, -35 എന്ന്. അപ്പോൾ 5 into ഡാഷ് ഈക്വൽസ് ടു -35 ആണ്. ഇവിടെ എന്ത് കൊടുക്കണം? 5 into 7 ആണ് 35. നെഗറ്റീവ് സൈൻ കൂടെ കൊടുക്കാം അല്ലേ നമുക്ക്.
അപ്പം ഇനി ഇത് നോക്കാം. -56 എന്ന ആൻസർ കിട്ടണം. -8ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും നമുക്ക് -56 കിട്ടുന്നത്? 8 × 7 ആണ് 56. 7 × -8 -56. ഇനി 7 അപ്പോൾ വേറെ സൈനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് 132 എന്ന ആൻസർ കിട്ടണം നമുക്ക്. -12 ആണ് ഇവിടെ ഉള്ളത്. പിന്നെ 132 എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പർ അവിടെ എഴുതേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നേരെ 132 എഴുതുന്നു. അതിനെ നമുക്ക് 12 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ. 13ൽ 12 1 ടൈം, 1 12s are 12. 3 minus 2 is 1, 1 minus 1 is 0. This 12 is coming down. 12ൽ 12 1 time. 1 into 12 is 12, 12 minus 12 is 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 11 ആയിരിക്കും. അതിവിടെ എഴുതി കൊടുക്കാം. ആൻസർ പോസിറ്റീവ് ആയതുകൊണ്ട് -n സൈനും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പെട്ടെന്ന് ആൻസർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ ആൻസറിനെ ഇതുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആൻസർ കിട്ടും കേട്ടോ. 27 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 9 കിട്ടും. 35 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 7 കിട്ടും. 56 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. അപ്പോൾ ഈ എക്സസൈസ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. കൂട്ടുകാരെല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ എല്ലാ സൊല്യൂഷൻസും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസ് 4ലെ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. A മുതൽ I വരെ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. -30 ഡിവൈഡഡ് ബൈ 10 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. ഇതിന് നമുക്ക് -30 ബൈ 10 എന്ന് എഴുതാലോ. എന്നിട്ട് 2 zeros കട്ട് ചെയ്യാം. -3/1 എന്ന് കിട്ടും അല്ലേ. -3/1 =-3 കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. നമുക്ക് 50 ഡിവൈഡഡ് ബൈ -5 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി 5 ആയിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. 5 1 ടൈം 0 കൊടുത്തു. -5ൽ 1 ടൈം. അപ്പോൾ നമുക്ക് 10/-1 എന്ന് കിട്ടി. ഇത് -10 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -36 ഡിവൈഡഡ് ബൈ -9 -36 ബൈ -9 എന്ന് എഴുതാം. മൈനസും ക്യാൻസൽ ചെയ്യാം. ഇത് നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. 1 6ൽ 3 2 ടൈംസ്, 9ൽ 3 ടൈംസ്. ഇനിയും കട്ട് ചെയ്യാലോ 3 ആയിട്ട് തന്നെ. 12ൽ 3 4 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ നമുക്ക് 4/1 എന്ന് കിട്ടി. ഇതിന് നമുക്ക് 4 എന്ന് ആൻസർ എഴുതാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -49 ഡിവൈഡഡ് ബൈ 49 -49/49. 49 ക്യാൻസൽ ചെയ്തു. ഇവിടെ -1 എന്ന ആൻസർ കിട്ടും. അടുത്തത് 13 ഡിവൈഡഡ് ബൈ -2 + 1. ആദ്യം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്ത് എന്താണ് സോൾവ് ചെയ്യാനുള്ളത്? -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അതെഴുതി. ഇപ്പോൾ നമുക്കുള്ളത് 13 ഡിവൈഡഡ് ബൈ -1. ഇതിന് നമുക്ക് 13/-1 എന്ന് എഴുതാം. ആൻസർ -13 എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കാം. 0 ഡിവൈഡഡ് ബൈ -12. 0/-12 എന്ന് എഴുതാം. 0/-12 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഇതിന് വേറെ ആൻസർ ഒന്നുമില്ല. 0 ഏത് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ 0 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് -31 ഡിവൈഡഡ് ബൈ -30 + -1 ഉണ്ട്. ഈ -31 അങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഡിവൈഡഡ് ബൈ -30 + -1 എന്ന് പറയുമ്പോൾ -31 തന്നെ അല്ലേ. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? -31/-31. രണ്ടും മൈനസ് ക്യാൻസലായി. 31 ക്യാൻസലായി. നമ്മുടെ ആൻസർ 1 എന്നാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ -36 ഡിവൈഡഡ് ബൈ 12 ബ്രാക്കറ്റിനകത്തുണ്ട്. അതിന് പുറത്ത് ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. -36/12 അല്ലേ. എന്നിട്ട് നമുക്ക് അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. -36/12 ഇതിനെ നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്താലോ. 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈംസ്, 12ൽ 3 4 ടൈംസ്. ഇനി നമുക്കിതിനെ 4 ആയിട്ട് കട്ട് ചെയ്യാലോ. 12ൽ 4 3 ടൈംസ്, 4ൽ 4 1 ടൈം. ഇപ്പോൾ നമുക്കിത് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 തന്നെ അല്ലേ. അപ്പോൾ ആ ആൻസറും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -6 + 5 ഡിവൈഡഡ് ബൈ
-2 + 1. ഇത് നമുക്ക് ഓരോ ബ്രാക്കറ്റായിട്ട് റിമൂവ് ചെയ്യാം. -6 + 5 എന്ന് പറയുമ്പോൾ -1 ആണ്. ഡിവൈഡഡ് ബൈ -2 + 1 -1 തന്നെ. അപ്പോൾ -1/-1 എന്ന് പറയുമ്പോൾ മൈനസ് മൈനസ് ക്യാൻസലായി നമ്മുടെ ആൻസർ 1 എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വെരിഫൈ ദാറ്റ് a divided by b plus c is not equals to a divided by b plus a divided by c for each of the following values of a, b and c എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്ക് 12 എന്നും ബിക്ക് -4 എന്നും സിക്ക് 2 എന്നും വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഈക്വൽ അല്ല LHSഉം RHSഉം എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LHS മാത്രം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് a ഡിവൈഡഡ് ബൈ b പ്ലസ് സി. അപ്പോൾ ഇവിടെ എയുടെ പൊസിഷനിൽ ഞാൻ 12 കൊടുത്തു. ഡിവൈഡഡ് ബൈ ബി -4 ആണ്, സി 2 ആണ്, ഇത് എഴുതി കൊടുത്തു. 12 ഡിവൈഡഡ് ബൈ -4 + 2 എന്ന് കിട്ടി. 12 ഡിവൈഡഡ് ബൈ -4 + 2 എന്ന് പറയുമ്പോൾ -2 ആണ്. ഇതിന് നമുക്ക് 12/-2 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാം. 12ൽ 2 6 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമ്മുടെ കയ്യിൽ 6/-1 എന്നുണ്ട്. അതിനെ നമുക്ക് -6 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ LHS സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് -6 ആണ്. RHS ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. a ഡിവൈഡഡ് ബൈ ബി പ്ലസ് a ഡിവൈഡഡ് ബൈ സി. അപ്പോൾ നമുക്ക് ഈ എയും ബിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തെ വാല്യൂസ് കൊടുക്കാം. 12 ഡിവൈഡഡ് ബൈ -4 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് 12/-4 പ്ലസ് 12/2 എന്ന് എഴുതാം അല്ലേ. ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് 12നെ 4നും കൂടി കട്ട് ചെയ്യാം. 12ൽ 4 3 ടൈംസ്, 4 ഇവിടെ കട്ടായി. 12ൽ 2 6 ടൈംസ്, 2 ഇവിടെ കട്ടായി. അപ്പോൾ നമുക്ക് ഇതിനെ 3/-1 പ്ലസ് 6/1 എന്നാണ് കിട്ടിയത്. അപ്പോൾ -3 + 6 എന്ന് എഴുതാം. -3 + 6 എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് LHS കിട്ടിയത് -6 ആയിരുന്നു, RHS കിട്ടിയത് 3 ആണ്. അപ്പോൾ -6 ഈസ് നോട്ട് ഈക്വൽസ് ടു 3. ദാറ്റ് ഈസ് LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS. ഹെൻസ് വെരിഫൈഡ് കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇതുപോലെ കുറച്ച് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാതും നമ്മുടെ ഈ ഫോമിലോട്ട് എഴുതി LHSഉം RHSഉം കറക്റ്റ് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ LHS തന്നെ നോക്കാം. a ഡിവൈഡഡ് ബൈ b പ്ലസ് സി. LHSൽ എക്ക് പകരം -10 കൊടുക്കാം. പിന്നെ ഡിവൈഡഡ് ബൈ b പ്ലസ് സി 1 + 1 1 + 1 കൊടുത്തു. -10 is divided by 2, that's equals to -10/2, that is -5. ഇതാണ് നമ്മുടെ LHS. LHS equals to -5. ഇനി നമുക്ക് RHS നോക്കാം. RHSൽ a ഡിവൈഡഡ് ബൈ ബി പ്ലസ് a ഡിവൈഡഡ് ബൈ സി ആണ് നോക്കാനുള്ളത്. a ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുമ്പോൾ -10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് -10 ഡിവൈഡഡ് ബൈ സിയും 1 തന്നെയാണ് അല്ലേ. അപ്പോൾ അത് എഴുതി കൊടുത്തു. ദാറ്റ്സ് ഈക്വൽസ് ടു -10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ -10 തന്നെയാണല്ലോ. പ്ലസ് -10 ഡിവൈഡഡ് ബൈ 1 -10 ആണ്. അപ്പോൾ നമുക്ക് -20 എന്ന ആൻസർ കിട്ടി. നമ്മുടെ RHS -20 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS അല്ലേ. -5 ഈസ് നോട്ട് ഈക്വൽസ് ടു -20. So LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS. ഹെൻസ് വെരിഫൈഡ് അങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. 369 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു 369. മെൻ്റൽ മാത്സ് ആണ് അല്ലേ. നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല ഇവിടെ. 369 എന്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടുക, 1 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ. നമുക്ക് -75 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -1.
അപ്പോൾ -75നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -1 കിട്ടുന്നത് എന്ന് നോക്കാം. 75നെ 75 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് തന്നെയല്ലേ വരിക. അപ്പോൾ നമുക്ക് 75 എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്തത് -206 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു 1. -206നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് +1 കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് -206 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴല്ലേ ഒരു നമ്പറിനെ അതേ നമ്പറുമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് 1 എന്ന ആൻസർ കിട്ടുന്നത്. മൈനസും മൈനസും ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ പോസിറ്റീവ് ആവും അല്ലേ. അടുത്തത് -87 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -87. ജസ്റ്റ് -87നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ, സെയിം നമ്പർ കിട്ടാനായിട്ട്. ഡാഷ് ഡിവൈഡഡ് ബൈ 1 ഈക്വൽസ് ടു -87. നമുക്ക് ഇവിടെ -87 എന്ന് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയ കൂട്ടുകാരെ, 20 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -2. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷനും തോന്നുന്നുണ്ടോ? ഒരു കൺഫ്യൂഷനും വേണ്ട. 20നെ നമുക്ക് 2 ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 20നെ നമുക്ക് -2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വേണ്ട ആൻസർ കിട്ടും. ആൻസർ കിട്ടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. മെൻ്റൽ മാത്സേ വേണ്ടൂ. എന്നാലും ഇനി കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് 20 ബൈ -2 എന്ന് എഴുതാം. 2ൽ 2 1 ടൈം, 0 കൊടുക്കാം. 2ൽ 2 1 ടൈം. അപ്പം നമുക്ക് എന്ത് കിട്ടി? -10 എന്ന് കിട്ടി അല്ലേ. ആ -10 എന്ന ആൻസറാണ് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ -10 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് 5 pairs of integers a b such that a divided by b equals to -3. One such pair is 6 - 2 because 6 divided by -2 equals to -3. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ ഡിവൈഡഡ് ബൈ -3 എന്ന് വരുന്ന പോലെ എക്കും ബിക്കും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ട് ആൻസർ -3 എന്ന് കിട്ടുന്ന പോലെയുള്ള ഒരു 5 pairs എഴുതി കൊടുക്കാനാണ്. ഏതെങ്കിലും 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 എന്ന ആൻസർ കിട്ടണം. അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പെയർ നമ്മൾ എഴുതാൻ പാടില്ല. വേറെ 5 pairs നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 18 ഡിവൈഡഡ് ബൈ -6 എത്രയായിരിക്കും? 18 ബൈ -6 എന്ന് പറയുമ്പോൾ 18ൽ 6 3 ടൈംസ്, 6ൽ 6 1 ടൈം. അപ്പോൾ നമുക്ക് 3 ബൈ -1 ദാറ്റ് ഈസ് -3. അപ്പോൾ നമ്മുടെ റിക്വേർഡ് പെയർ എയും ബിയും ആണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പെയർ 18 -6 ആണ്. ഇനി അടുത്തൊരു പെയർ നോക്കാം നമുക്ക്. 21 ഡിവൈഡഡ് ബൈ -7. 21 ബൈ -7 നമുക്ക് ചെയ്യാം. 21ൽ 7 3 ടൈംസ്, 7ൽ 7 1 ടൈം, 3 ബൈ -1 ദാറ്റ് വിൽ ബി -3. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെയർ കിട്ടിയത് 21 ആൻഡ് -7 ആണ്. ഇനി അടുത്ത പെയർ നോക്കാം നമുക്ക്. -9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ -9 ബൈ 3 എഴുതാം. 9ൽ 3 ടൈംസ്, 3 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് -3 എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ പെയർ -9ഉം 3യുമാണ്. ഇനി അടുത്ത പെയറായിട്ട് നമുക്ക് -24 എഴുതാം. ഡിവൈഡഡ് ബൈ 8 ആണ്. -24 ബൈ 8 കൊടുക്കാം. 24ൽ 8 3 ടൈംസ്, 8ൽ 8 1 ടൈം. ആൻസർ ഈസ് -3. നമ്മുടെ പെയർ -24ഉം 8ഉം. അടുത്തതായിട്ട് നമുക്ക് 12 ഡിവൈഡഡ് ബൈ -4 കൊടുക്കാം. 12 ബൈ -4, 4ആയിട്ട് 12നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടുന്നു. 4 ഇവിടെ കട്ടാവും. -3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ 5th പെയർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 12ഉം -4 ആണ്. അപ്പോൾ നമുക്ക് 5 pairs കിട്ടിയല്ലോ. 18 ആൻഡ് -6, 21 ആൻഡ് -7, -9 and 3, -24 and 8, 12 and -4. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ കൂട്ടുകാരെ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ടെമ്പറേച്ചർ അറ്റ് 12 noon was 10 degrees Celsius above 0. If it decreases at the rate of 2 degrees Celsius per hour until midnight, at what time would the temperature be 8 degrees Celsius below 0?
വാട്ട് വുഡ് ബി ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായോ? 12 noon ടെമ്പറേച്ചർ 10°C ആയിരുന്നു. അതായത് 10°C എബവ് 0 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എബവ് 0 എന്ന് പറഞ്ഞാൽ +10 അത്രയേ ഉള്ളൂ. +10 ആയിരുന്നു. ഇഫ് ഇറ്റ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2°C per hour until midnight. മിഡ് വരെ ഓരോ അവറിലും 2°C വീതം ഡിക്രീസ് ആയിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതായത് +10 അല്ലേ, ഇവിടെ +10 ആയിരുന്നു. അതിൽ നിന്ന് അടുത്ത 1 hour ആകുമ്പോൾ 10 - 2 ആയി. പിന്നെ അടുത്ത 1 hour ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വീണ്ടും 2°C വീതം കുറഞ്ഞു വന്നു. അപ്പോൾ മിഡ് നൈറ്റ് ആകുമ്പോഴത്തേക്കും എത്രയായിരിക്കും ടെമ്പറേച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അറ്റ് വാട്ട് ടൈം വുഡ് ദ ടെമ്പറേച്ചർ ബി 8°C ബിലോ 0? ബിലോ 0 എന്ന് പറയുമ്പോൾ മൈനസ് ആണ് കേട്ടോ. അവിടെ എബവ് 0 എന്ന് പറഞ്ഞപ്പോൾ +10 എന്ന് പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ ബി 8°C ബിലോ 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ -8°C ആകണം. അത് എപ്പോഴാണ്? അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മിഡ് നൈറ്റ് വരെ ടെമ്പറേച്ചർ 2°C വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മിഡ് നൈറ്റിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് ടെമ്പറേച്ചർ ബിലോ 0 8°C ആകുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2 കാര്യങ്ങളും സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ടെമ്പറേച്ചർ അറ്റ് 12 noon എത്രയാണ് ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്? നോക്കൂ, 10°C അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ടെമ്പറേച്ചർ അറ്റ് 12 noon ഈസ് 10°C. എബവ് 0 ആണ്, അതുകൊണ്ട് പോസിറ്റീവ് തന്നെയാണ്. റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ പെർ അവർ, ഓരോ അവറിലും എത്ര ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത്? 2°C. ഡിക്രീസ് ആവുന്നത് കൊണ്ട് നമുക്ക് -2° എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് എപ്പോഴാണ് ടെമ്പറേച്ചർ -8°C ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓരോ അവറിലും ടെമ്പറേച്ചർ -2°, എത്രയായിരിക്കും? 10°C -2°C. അതായത് 10°C നിന്നും 2°C കുറഞ്ഞു പോയി അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 8°C. ഇനി നമുക്ക് ടെമ്പറേച്ചർ അറ്റ് 2 PM നോക്കാം. അപ്പം എന്താണ്ടായത്? 8°C നിന്നും 2°C കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് 6°C എന്ന് കിട്ടുന്നു. അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 3 PM നോക്കാം. നമുക്ക് 3 PM എന്താ സംഭവിച്ചത്? 6°C നിന്നും 2°C കുറഞ്ഞപ്പോൾ അത് 4°C ആയി മാറി. ടെമ്പറേച്ചർ അറ്റ് 4 PM എന്തായിരിക്കും? 4°C നിന്നും 2°C കുറഞ്ഞു, അപ്പോൾ 2°C ആയി മാറി. ഇനി ടെമ്പറേച്ചർ അറ്റ് 5 PM 2°C നിന്നും 2°C കുറഞ്ഞു, 0°C ആയി മാറി. 0°C എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. 0°C പറഞ്ഞാൽ നല്ല തണുപ്പാണ്, നമുക്കൊക്കെ സർവൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് 0°C. പിന്നെ 0യുടെ വാല്യൂനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 0നെ അങ്ങനെ തള്ളിക്കളയണ്ട കേട്ടോ. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. വാല്യൂ ഓഫ് 0 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 6 PM. അപ്പോൾ 0°C നിന്നും 2°C സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2°C കിട്ടി. നല്ല തണുപ്പാണ് ആ സമയത്തൊക്കെ. ഇനി നമുക്ക് 7 PM എത്രയാണ് ടെമ്പറേച്ചർ നോക്കാം. -2°യിൽ നിന്നും 2° സബ്ട്രാക്ട് ചെയ്യാം. -2 എന്ന് പറയുമ്പോൾ -4°C ആയി കേട്ടോ. ഇനി അടുത്തത് 8 PM. 8 PM എത്രയായിരിക്കും ടെമ്പറേച്ചർ? -4°യിൽ നിന്നും നമുക്ക് 2° സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -6° എന്ന് കിട്ടി. ഇനി അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 9 PM. 9 PM -6°C നിന്നും 2° സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -8°C കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ബിലോ 0, അതായത് -8°C ഏത് ടൈമിനാണ് ആകുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടുപിടിച്ചത്. -8° ആകുന്നത് 9 PM. അപ്പോൾ നമുക്ക് അത് എഴുതി കൊടുക്കാം. സോ ദ ടെമ്പറേച്ചർ വാസ് 8°C ബിലോ 0 അറ്റ് 9. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ? മിഡ് നൈറ്റിൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നാണ്.
9 o'clock -8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ 10 o'clock എത്ര ആയിരിക്കും? -8 ഡിഗ്രി സെൽഷ്യസ് -2 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽസ് ടു മൈനസ് ആകുമ്പോൾ ഈ നമ്പർ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. -10 ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ കിട്ടി നമുക്ക്. ടെമ്പറേച്ചർ അറ്റ് 11 PM നോക്കാം നമുക്ക്. 10 PM ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ -10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിൽ നിന്നും 2 ഡിഗ്രി സെൽഷ്യസ് ഡിക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് -12 ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് ടെമ്പറേച്ചർ അറ്റ് 12 AM നോക്കാം. എന്താ AM എന്ന് പറഞ്ഞത്? ഞാൻ ഇതുവരെ PM എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ AM ആയത്? മിഡ് ആണ്, 12 o'clock അല്ലേ? ഇവിടെ നമ്മൾ നൂണാണ് തുടങ്ങിയത്, 12 നൂണിനാണ് തുടങ്ങിയത്. അപ്പോൾ മുതൽ നമ്മൾ PM അങ്ങനെ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തി നമ്മൾ 12 AM ആയി കേട്ടോ. മിഡ് നൈറ്റിൽ 12 മുതൽ AM തുടങ്ങുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം നമുക്ക്. -12 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 2 ഡിഗ്രി സെൽഷ്യസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -14 ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ -14 ഡിഗ്രി എന്നാണ്. ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ് 12 AM മിഡ് നൈറ്റ് ആണല്ലോ. മിഡ് നൈറ്റിൽ നമുക്ക് കിട്ടിയ ടെമ്പറേച്ചർ -14 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് ചെയ്യാൻ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി ക്ലാസ് ടെസ്റ്റ് 3 marks are given for every correct answer and -2 marks are given for every incorrect answer and no marks for not attempting any question. കഴിഞ്ഞ ഒരു എക്സസൈസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പരിചയം തോന്നുന്നുണ്ട് അല്ലേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ? രാധിക സ്കോർഡ് 20 marks if she has got 12 correct answers. How many questions has she attempted incorrectly? Mohini scores -5 marks in this test though she has got 7 correct answers. How many questions has she attempted incorrectly? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടും വേറെ വേറെ സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് രാധിക സ്കോർഡ് 20 marks. If she has got 12 correct answers, how many questions has she attempted incorrectly? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാർക്സ് ഗിവൺ ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ. എത്ര മാർക്കാ ഒരു ആൻസർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്? 3 marks അല്ലേ? മാർക്സ് ഗിവൺ ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ എത്രയാണ്? -2 mark. മാർക്സ് ഫോർ നോട്ട് അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിന് 0 mark. മാർക്കൊന്നുമില്ല അല്ലേ? ഇനി നമുക്ക് രാധികയുടെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രാധിക ഫോർ കറക്റ്റ് ആൻസേഴ്സ് എത്രയായിരിക്കും? രാധിക സ്കോർ 20 marks. ടോട്ടൽ മാർക്സ് രാധികയ്ക്ക് 20 ആണ് കിട്ടിയിട്ടുള്ളത്. ഇഫ് ഷീ ഹാസ് ഗോട്ട് 12 കറക്റ്റ് ആൻസേഴ്സ്, അപ്പോൾ 12 കറക്റ്റ് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് ആൻസറിന് 3 marks കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 12 × 3 ചെയ്ത് നോക്കാം. 12 × 3 എത്രയാണ്? 12 × 3 is 36. കറക്റ്റ് ആൻസേഴ്സിന് രാധികയ്ക്ക് 36 marks കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രാധിക അത് 20 ആണ് അല്ലേ? ദെർഫോർ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രാധിക ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. രാധികയ്ക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്ക് നമുക്കറിയില്ല അല്ലേ? പക്ഷെ ഒരു കാര്യം ചെയ്യാം, ടോട്ടൽ മാർക്കിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്കാണ് രാധികയ്ക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയതെന്ന് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് മൈനസ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ കറക്റ്റ് ആൻസേഴ്സ് കൊടുക്കാം. 20 - 36. അപ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക്? 36ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈന് മൈനസ് ആയതുകൊണ്ട് -16 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്കാണ് -16. അപ്പോൾ എത്ര ഇൻകറക്റ്റ് ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻകറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് -2 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ -16 മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇൻകറക്റ്റ് ആൻസേഴ്സിന്. അതിന് നമുക്ക് ഡിവൈഡഡ് ബൈ -2 ചെയ്ത് കൊടുക്കാം. -16 / -2 എന്ന് കൊടുക്കുമ്പോൾ മൈനസും ക്യാൻസലായി. 16ൽ 2 8 times 2 കട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് 8 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഹെൻസ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇസ്
8 എന്ന് എഴുതി കൊടുക്കാം. ആദ്യം നമ്മൾ കറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്ക് എഴുതി, ഇൻകറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്ക് എഴുതി, നോട്ട് അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എഴുതി. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആൻസേഴ്സിന് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കി, എത്രയാണ് രാധികയ്ക്ക് ടെസ്റ്റിൽ കിട്ടിയ ടോട്ടൽ മാർക്ക് എന്ന് നോക്കി. ടോട്ടൽ മാർക്കിൽ നിന്ന് കറക്റ്റ് ആൻസറിന് കിട്ടിയ മാർക്ക് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് -16 എന്ന് കിട്ടി. ആ -16 നമ്മൾ -2 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. അതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. അപ്പൊ ഇനി ഇതിന്റെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മോഹിനി സ്കോർസ് -5 മാർക്സ് ഇൻ ദിസ് ടെസ്റ്റ്. Though she has got 7 correct answers, how many questions has she attempted incorrectly? അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് സോൾവ് ചെയ്യാം. മാർക്സ് സ്കോർഡ് ബൈ മോഹിനി, മോഹിനിക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? -5 അല്ലേ? -5 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സാം എഴുതാതിരിക്കായിരുന്നു അല്ലേ? അപ്പോൾ 0 മാർക്കല്ലേ കിട്ടൂ, മൈനസ് മാർക്ക് കിട്ടുമോ? നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് നോക്കാം. ഷീ ഗോട്ട് 7 കറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ അത് എഴുതി കൊടുക്കാം. ഇനി therefore marks obtained by മോഹിനി for 7 correct answers. 7 correct answersന് എത്ര മാർക്കായിരിക്കും മോഹിനിക്ക് കിട്ടിയിട്ടുണ്ടാവുക? ഈച്ച് കറക്റ്റ് ആൻസറിന് 3 മാർക്സ് അല്ലേ കിട്ടുന്നത്? അപ്പോൾ 3 × 7 ചെയ്യാം നമുക്ക്, അത് 21 എന്ന് കിട്ടും. ഇനി മാർക്സ് ഒബ്റ്റൈൻഡ് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് നോക്കാം. ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്ക് -5 -21 ചെയ്യാം. ടോട്ടൽ മാർക്ക് -5 ആണല്ലോ, കറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്കാണ് 21. ടോട്ടൽ മാർക്കിൽ നിന്നും കറക്റ്റ് ആൻസറിന്റെ മാർക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്ക് കിട്ടും. -5 -21 എന്ന് പറയുമ്പോൾ -26 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് വേണ്ടത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് -26നെ -2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? -2 അല്ലേ ഓരോ ഇൻകറക്റ്റ് ആൻസറിൻ്റെ മാർക്ക്. അപ്പോൾ അത് എഴുതി കൊടുക്കാം. -26 ഡിവൈഡഡ് ബൈ -2 അങ്ങനെ എഴുതാം നമുക്ക്. എന്നിട്ട് മൈനസും ക്യാൻസലായി. 2ൽ 2 1 ടൈം, 6ൽ 2 3 ടൈംസ്, 2 കട്ടായി. അങ്ങനെ നമുക്ക് ആൻസർ 13 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഹെൻസ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് 13. അപ്പോൾ 7 ആൻസർ കറക്റ്റ് ആക്കി, 13 ആൻസർ തെറ്റിച്ചു. കുറച്ചും കൂടെ ഒക്കെ പഠിച്ചിട്ട് പോവായിരുന്നില്ലേ അല്ലേ? ഇത്രയും തെറ്റ് വരുത്തിയിട്ട് മൈനസ് മാർക്കൊക്കെ വാങ്ങിക്കണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. An elevator descends into a 9 shaft at the rate of 6 meters per minute. If the descent starts from 10 meters above the ground level, how long will it take to reach -350 meters? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എലിവേറ്റർ 6 മീറ്റർ പെർ മിനിറ്റിലാണ് അത് മൂവ് ചെയ്യുന്നത്. 10 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുമ്പോൾ +10 ആണ്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും മേലോട്ട് 10 മീറ്റർ പോയി. അത് കഴിഞ്ഞിട്ട് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് -350 മീറ്റർ എന്ന് വെച്ചാൽ എന്താ? -350 എന്ന് പറയുമ്പോൾ താഴോട്ട്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും -350 താഴോട്ട് വരാനെടുത്ത ടൈം അതാണ് ചോദിക്കുന്നത്. 10 മീറ്റർ എബോവിൽ നിന്ന് താഴോട്ട് -350 മീറ്റർ വരാനെടുത്ത ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇതാണ് ഗ്രൗണ്ട് ലെവല്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 10 മീറ്റർ മേലോട്ട് കയറി, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് 350 ഡിഗ്രി വന്നു. അപ്പോൾ ഇതിനെടുക്കുന്ന ടൈം, മേലോട്ട് പോയത് പോസിറ്റീവായിട്ടും താഴോട്ട് വന്നത് നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പോൾ ദ പ്രസൻറ്റ് പൊസിഷൻ ഓഫ് ദ എലിവേറ്റർ അബവ് ദ ഗ്രൗണ്ട് ലെവൽ, ഇപ്പോൾ 10 മീറ്ററിലാണ് എലിവേറ്റർ ഉള്ളത്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എലിവേറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ 350 മീറ്റർ ആണ്. ഇനി ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എലിവേറ്റർ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതായത് 10 മീറ്റർ പ്ലസ് 350 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ എലിവേറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡിസെൻഡ് എന്തായിരുന്നു? ടൈം എത്ര ടൈം എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 മീറ്റർ പെർ മിനിറ്റ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ എലിവേറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം. 10 മീറ്റർ പ്ലസ് 350 മീറ്റർ ഈക്വൽസ് ടു 360 മീറ്റർ ആയിരുന്നു അല്ലേ? എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 360 മീറ്റർ എന്ന് എഴുതാം. ടൈം എത്രയായിരുന്നു? 6 മീറ്റർ പെർ മിനിറ്റ്.
36-ൽ 6 ടൈംസ് ഈ 0 ഇവിടെ ഇട്ട് കൊടുക്കാം. 6 ഇവിടെ കട്ടായി പോയി, മീറ്ററും കട്ടായി. അപ്പോൾ നമുക്ക് 60 മിനിറ്റ്സ് എന്ന് ആൻസർ കിട്ടുന്നു. 60 മിനിറ്റ്സ് മീൻസ് എന്താ? 1 അവർ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ റിക്വയർഡ് ടൈം ഈക്വൽസ് ടു 1 അവർ. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ മടിക്കരുത്. കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാറ്റിനും റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ കൂട്ടുകാരെ. എന്നാൽ ശരി കേട്ടോ. താങ്ക് യു. ബൈ ബൈ.